ഒരുപക്ഷെ ബോഡി എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഒരു കൺസേണായിട്ട് തത്വചിന്തയിൽ വരുന്നത് മാർക്സ് വന്നതിന് ശേഷമാണെന്ന് പറഞ്ഞു. തത്വചിന്തയിൽ ഇത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ബോഡിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഈ ബോഡിയെ സംബന്ധിക്കുന്നൊരു വിഷയമാണ് കൂലിപ്പണി അല്ലേ. ഏറ്റവും മൂർത്തമായ ശരീരത്തെ സംബന്ധിക്കുന്ന ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് മാർക്സ് തന്നെ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ചോരയും നീരുമുള്ള ശരീരത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. മനുഷ്യരെ മനുഷ്യരാക്കുന്നത് മേക്കിംഗ് ആണ്, അല്ലെങ്കിൽ മനുഷ്യരുടെ ഉണ്മയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി ആയിട്ട് മാർക്സ് കാണുന്നത് മേക്കിങ്ങിനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. മേക്കിംഗ് എന്ന് പറയുന്നത് വസ്തു ഉണ്ടാക്കൽ മാത്രമല്ല സ്വയം ഉണ്ടാക്കലും കൂടിയാണ് എന്നുള്ള അർത്ഥത്തിൽ ആ പോയസിസിനെയും പ്രാക്സിസിനെയും തമ്മിലുള്ള ആ വ്യത്യാസം, പോയസിസ് പ്രാക്സിസ് തിയറിയ എന്നുള്ള ആ വ്യത്യാസത്തെ മറികടന്നുകൊണ്ട് മേക്കിംഗ് എന്ന് പറയുന്നതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സിസ്റ്റൻഷ്യൽ ആക്റ്റായിട്ട് മനുഷ്യരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പീഷീസ് ബീയിങ് എന്നുള്ള രീതിയിലുള്ള ഒരു ജീവിവർഗം എന്ന രീതിയിൽ മനുഷ്യരെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ആ ജീവിവർഗ സ്വഭാവം പ്രകടമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മേക്കിംഗ് എന്നാണ് മാർക്സിൻ്റെ ഒരു തിസിസ്. ഇതുവരെ പറഞ്ഞു വന്നതാണ്. ഈ മേക്കിങ്ങിന് സംഭവിച്ചൊരു വിപര്യമാണ്, ക്യാപിറ്റലിസം സംഭവിച്ചൊരു വിപര്യമാണ് കൂലിപ്പണി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ദാരുണമായ ഒരു അവസ്ഥയാണ് ആ മേക്കിംഗ് എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ടതെന്ന് മാർക്സ് കരുതുന്ന ആ ഒരു പ്രവൃത്തി വിശേഷത്തിന് സംഭവിക്കുന്ന ഒരു ദാരുണമായ അവസ്ഥ, ഒരു ദുരവസ്ഥയാണ് വേജ് ലേബർ എന്ന് പറയുന്നത് എന്നാണ് മാർക്സിൻ്റെ ഒരു കൺസേൺ എന്ന് ഞാൻ അങ്ങനെ അതിനെ വായിക്കാനാകും. അതുകൊണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം ഇതിനെ കാണാൻ. അല്ലാണ്ട് വെറുതെ കൂലിപ്പണി എന്താണെന്നുള്ള വിശകലനം ചെയ്യുകയല്ല. ഒരു സാമ്പത്തിക ശാസ്ത്രം കൂലി എന്താണ്, വില എന്താണെന്ന് ചോദിക്കുന്ന ചോദ്യമല്ല ഇത്. വേജ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന ഒരു കുറിപ്പാണ് ഇന്ന് ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ച്. ഇത് മാർക്സിൻ്റെ മറ്റ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്ന വിഷയങ്ങളിൽ നിന്ന് കുറച്ചൊന്ന് വ്യത്യസ്തമായ, അതിൻ്റെ എഴുത്തിൻ്റെ ശൈലിയിലും അത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുടെ കാര്യത്തിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള, വേണമെങ്കിൽ 1847 എഴുതപ്പെടുന്നത്, 49 പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. മാർക്സ് തന്നെ എഡിറ്റ് ചെയ്യുന്ന ഒരു ജേണലിലാണ് ഇത്, ഒരു പ്രസിദ്ധീകരണത്തിലാണിത് പുറത്തു വരുന്നത്. പ്രൈമർലി ഇത് തൊഴിലാളികളുടെ ഒരു ഗ്രൂപ്പിൽ മാർക്സ് നടത്തിയ സംസാരമാണ്, ലെക്ചേഴ്സാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു ഘടന. ആയിരത്തി 1847 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തതൊക്കെ അതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഫോർബാക്ക് തീസിസുകൾ 45 ഇപ്പോൾ സാധാരണ പറഞ്ഞാൽ ഈ പറഞ്ഞ അൽത്തൂസറൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ മെച്യൂർഡ് മാർക്സ് എന്ന് പറയുന്ന ഒരു ആ ചിന്തയുടെ മെച്യൂരിറ്റി വന്ന കാലഘട്ടത്തിൽ എഴുതപ്പെട്ടത് എന്ന് വേണമെങ്കിൽ ആ എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്ക് കഴിഞ്ഞിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ കൂടി ഒരു സയൻസിൻ്റെ സ്വഭാവം ഉള്ള, അത് ഒരു പരിധിവരെ ശരിയാണ്. നമ്മളിതുവരെ 45 മുമ്പും 45 ഒക്കെ മാർക്സിൻ്റെ ചിന്തയെ നമ്മൾ പിന്തുടർന്നപ്പോൾ കണ്ടത് അതിലൊരു തരം ഒരു ഫിലോസോഫിക്കൽ ആന്ത്രപ്പോളജി എന്ന് വിളിക്കാവുന്ന ഹ്യൂമൻ എന്നുള്ള ക്വസ്റ്റ്യനും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും, ഹ്യൂമൻ എസൻസ് എന്നുള്ളത് മാർക്സ് ആദ്യഘട്ടത്തിലെ തള്ളിക്കളയുന്നൊരു കാര്യമാണെങ്കിൽ പോലും ആ ഒരു ആന്ത്രപ്പോളജി, ഫിലോസോഫിക്കൽ ആന്ത്രപ്പോളജിയുടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുന്ന ആലോചനകളാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ
എക്കണോമിക്സ് തന്നെയാണ്. ഈ എക്കണോമിക്സിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിന് ഈ മറ്റ് സോഷ്യൽ സയൻസിൻ്റെ ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ സാമൂഹ്യ ശാസ്ത്രം എന്ന് വിളിക്കുന്ന ആ മേഖലയിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ കുറേ കൂടി തിയറിക്കൊക്കെ ഒരു സയൻസിൻ്റെ സ്വഭാവം ഉണ്ട് എന്നുള്ളത് പറയാറുണ്ട്. സാധാരണ കുറച്ചുകൂടി പ്രഡിക്ഷൻ സാധ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പം മാർക്കറ്റിൻ്റെ ഇപ്പോൾ നമ്മൾ സാധാരണ പറയുക ഇപ്പോൾ നാച്ചുറൽ ലോസ് പോലെ തന്നെ ചില നിയമങ്ങൾ മാർക്കറ്റിലുണ്ട്. ഇപ്പം ഡിമാൻഡ് സപ്ലൈ എന്നൊക്കെ പറയുന്നത് അത് തമ്മിലുള്ള ഇതിനൊക്കെ നിർണ്ണയിക്കുന്ന ചില നിയമങ്ങൾ ഏതാണ്ട് പ്രകൃതി നിയമങ്ങൾ പോലെ തന്നെ ഒരു റെഗുലാരിറ്റീസ്, ലോ ലൈക്ക് റെഗുലാരിറ്റീസ് ഉള്ള ഒരു മേഖലയായിട്ടാണ് എക്കണോമിക്സിനെ കാണാറുള്ളത്. അപ്പോൾ അതിൽ കൂലി എങ്ങനെയാണ്, കൂലിയെ എങ്ങനെ കാണും, വില എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ്. ഈ സിദ്ധാന്തങ്ങൾക്കൊക്കെ ഒരു തരത്തിൽ സയൻസിൻ്റേതായൊരു സ്വഭാവം ഉള്ളതാണ്. അപ്പോൾ മാർക്സ് സത്യത്തിൽ ഇവിടെ ചെയ്യുന്നത് അത് നമ്മൾ അടുത്തതിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു ക്രിട്ടീക്ക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ഒരു പൊളിറ്റിക്കൽ എക്കോണമി എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു കൃത്യമായ എക്കണോമിക്സിൻ്റെ തിയറിയാണ്, എക്കണോമിക് ആയിട്ടുള്ളത്. മാർക്സ് അതിനോട് പരിചരണ രീതിയിലാണെങ്കിലും മാർക്സിൻ്റെ കൺസേൺസ് വെച്ച് നോക്കുകയാണെങ്കിലും ഒരു സയൻസ് എന്നുള്ള രീതിയിലല്ല അതിനെ കാണുന്നത്. നേരെ മറിച്ച് അതിൻ്റെ ചില അടിസ്ഥാനങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്, ക്രിട്ടിക്കാണ്. ആദ്യം ഞാൻ എവിടെയോ വായിച്ചൊരു കാര്യം, മാർക്സ് ഈ ഗ്രുണ്ടർസെ പോലുള്ള കൃതികൾ നോട്ടുകൾ എഴുതുമ്പോൾ അതിന് ഉദ്ദേശിച്ചിരുന്ന ടൈറ്റിൽ തന്നെ ക്രിട്ടിക് ഓഫ് എക്കണോമിക് കാറ്റഗറീസിനാണ്. അപ്പോൾ എക്കണോമിക്സിൻ്റെ കാറ്റഗറീസിനെ ക്രിട്ടിക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, അല്ലാണ്ട് ഒരു എക്കണോമിക് തിയറി അവതരിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ എക്കണോമിക്സിൻ്റെ തന്നെ ചില പ്രീസപ്പോസിഷൻസിനെ, ചില മുൻധാരണകളെ, ചില അടിസ്ഥാനങ്ങളെ, അടിസ്ഥാന പ്രമാണങ്ങളെ വിമർശത്തിന് വിധേയമാക്കുക എന്നുള്ള, ക്രിട്ടീക്കിന് വിധേയമാക്കുക എന്നുള്ളതാണ് മാർക്സ് ചെയ്തിട്ടുള്ളൊരു കാര്യം. ക്യാപിറ്റലിനും ഒരുപക്ഷെ ദസ് ക്യാപിറ്റലിനും ക്രിട്ടീക്ക് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി എന്നാണല്ലോ ടൈറ്റിൽ, ഫുൾ ടൈറ്റിൽ. അപ്പോൾ ആ ഒരു ക്രിട്ടീക്കിങ്ങിൻ്റെ ഒരു സ്വഭാവമാണ് ഈ പറഞ്ഞ കുറിപ്പിലും കാണാൻ കഴിയുക. ഞാനിതിൽ ഒരുപാട് ഡെൻസാണ്, നമുക്ക് അറിയാവുന്ന. മാത്രമല്ല മാർക്സ് തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ പ്രഭാഷണങ്ങളാണെങ്കിൽ പോലും അതിൽ പിന്നീട് കൂട്ടിച്ചേർക്കലുണ്ട്. പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടൊക്കെയാണ് ഇത് ഈ രൂപത്തിലാവുന്നത്. പല ഘട്ടങ്ങളിലൂടെയാണ് ഇത് ഈ രൂപത്തിൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ള. അപ്പം അതിൽ കുറച്ച് ഈ പറഞ്ഞ തിയറി തന്നെ എക്കണോമിക്സിൻ്റെ വളരെ അത്ര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില സംവർഗങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. എങ്കിൽ പോലും അതിൻ്റെ പൊതുവേ അതിൻ്റെ ഭാഷ വളരെ ലളിതമാണ്. എങ്കിലും അതിൻ്റെ ഒരു ഡെൻസിറ്റി, ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഇതിൻ്റെ ഒരു ഡെവലപ്ഡ് വേർഷനാണ് ദസ് ക്യാപിറ്റൽ എന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ ദസ് ക്യാപിറ്റലിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ഇതിൽ കാണാൻ പറ്റും, ഒരു കരട് വേണമെങ്കിൽ ഇതിൽ കാണാൻ പറ്റും. കാരണം ഇത് പല കാര്യങ്ങളും, ചില കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ പോലും ഇത് ഈ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് ഒരു 10 വർഷത്തിന് ശേഷം പിന്നീട് ദാസ് ക്യാപിറ്റലിൻ്റെ ഒന്നാമത്തെ വോള്യം പുറത്തു വരുന്നത്. 10 അല്ല, 10-20 വർഷത്തിന്, 47, മറ്റേത് 67-ലാണ്, 1867-ലാണ് ദാസ് ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ ഇതിന് ശേഷമുള്ള മാർക്സിൻ്റെ റിസർച്ച് മുഴുവൻ വാസ്തവത്തിൽ ഈ ഒരു വഴിയിലൂടെയാണ് പിന്നീട് മുന്നേറിയത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് അതിനെപ്പറ്റി പൊതുവേ പറയാനുള്ള കാര്യങ്ങൾ. ഞാനിതിൻ്റെ ഒരു 10 പോയിൻറ്റ്സ് എനിക്കിത് വായിച്ചപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്ന ഒരു 10-11 കാര്യങ്ങൾ ഞാൻ പതിവ് പോലെ നമ്മളതൊന്ന് വായിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റിയുള്ള ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തെ ഒരു പോയിൻ്റ് ഇതിൽ 8-ാമത്തെ പേജിലാണ്, നമ്മൾ തന്നിട്ടുള്ളതിൽ 8-ാമത്തെ പേജിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതുമല്ലാത്ത മറ്റു കാര്യങ്ങളും പ്രധാനമായ മറ്റു പലതും ഉണ്ടാവും. ഞാൻ ചില കാര്യങ്ങൾ മാത്രമേ ഇത് പറയുന്നുള്ളൂ എന്നർത്ഥം.
ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഏതാണ്ട് അതിൻ്റെ ഒരു പൊതു സ്വഭാവം എന്താണെന്ന് മനസ്സിലാവുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആമുഖമായിട്ടിത് പറയുന്നത്. അതിലെ what they actually sell to the capitalist for money is their labor power. They എന്ന് പറയുന്നത് laborers ആണ്. This labor power the capitalist buys for a day, a week, a month, etc. And after he has bought it, he uses it up by letting the worker labor during the stipulated time. With the same amount of money, he could have bought a certain amount of sugar or of any other commodity. കുറച്ച് കഴിഞ്ഞിട്ട് ലേബർ പവർ ദെൻ ഈസ് എ കമോഡിറ്റി, നോ മോർ നോ ലെസ് so than is the sugar. The first is measured by the clock, the other by the scales. ഇതാണ് ആ ഒരു ഇതൊരു പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് എന്ന് തോന്നുന്നു. അതേ പേജിൽ തന്നെ ഉള്ള മറ്റൊരു the exchange value of a commodity estimated in money is called its price. Wages, therefore, are only a special name for the price of labor power and are usually called the price of the labor. It is the special name for this peculiar commodity which has no other repository than human flesh and blood. പേജ് 8 തന്നെയുള്ള അടുത്തത് പേജ് 9 ഞാൻ അതിലേക്കൊക്കെ വരാം തിരിച്ച്. ഇവിടെ വളരെ മനോഹരമായ ഒരു മെറ്റഫർ മാർക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇഫ് ദ സിൽക്ക് വേംസ് ഒബ്ജക്റ്റ് ഇൻ സ്പിന്നിങ് വേർ ടു പ്രൊലോങ് ഇറ്റ്സ് എക്സിസ്റ്റൻസ് ആസ് കാറ്റർപില്ലർ, ഇറ്റ് വുഡ് ബി എ പെർഫെക്റ്റ് എക്സാമ്പിൾ ഓഫ് എ വേജ് വർക്കർ. പേജ് 9 ഒന്നുകൂടി വേണേൽ വായിക്കാം. ഇഫ് ദ സിൽക്ക് വേംസ് പട്ടുനൂൽപ്പുഴു ഒബ്ജക്റ്റ് ഇൻ സ്പിന്നിങ് were to prolong its existence as caterpillar, it would be a perfect example of a wage worker. എന്നുള്ളതാണ് പേജ് 9 തന്നെ മറ്റ് ഒരു ഭാഗത്ത് പറയുന്നു. The labor belongs neither to an owner nor to the soil, but 8, 10, 12, 15 hours of his daily life belong to whomsoever buy them. അതേ പേജിൽ തന്നെ but the worker whose only source of income is the sale of his labor power cannot leave the whole class of buyers, that is the capitalist class, unless he gives up his own existence. He does not belong to this or that capitalist but to the capitalist class. ഇതാണ് അടുത്ത. പിന്നെ പേജ് 10 അതിൻ്റെ ടൈറ്റിൽ ഇതാണ്, ബൈ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഡിറ്റർമിൻഡ് എന്ന് പറയുന്ന ആ സെക്ഷനിലാണ്. അതിൽ മാർക്സ് പറയുന്നത് കോമ്പറ്റീഷനാണ് ഒരു പ്രൈസിനെ നിർണ്ണയിക്കുന്നത്. ആ കോമ്പറ്റീഷനെ പറ്റി സൂചിപ്പിക്കുന്നതിന് വളരെ ഇതേപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മെറ്റഫർ മാർക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡസ്ട്രി ലീഡ്സ് 2 great armies into the field against each other, and each of these again is engaged in a battle among its own troops in its own ranks. The army whose troops there is less fighting carries off the victory over the opposing host. എന്നാണ് ആ ഒരു മിലിറ്ററി അനാലജി ഉപയോഗിച്ചിട്ടാണ് അത് പറയുന്നത്. ഈ കോമ്പറ്റീഷനെ സൂചിപ്പിക്കുന്നതിന്, മത്സരത്തെ സൂചിപ്പിക്കുന്നതിനുള്ള ഒരു അനാലജി ആയിട്ട് അത് വളരെ പ്രധാനപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഏഴാമത്തെ ഇപ്പം ഞാൻ വായിച്ചത് 10 പേജ് 10 ഏഴാമത് ഒരു പോയിന്റ് എനിക്ക് തോന്നിയത്, ലേബർ പവർ ഈസ് എ കമോഡിറ്റി ആൻഡ് ദ സെയിം ജനറൽ ലോസ് വിച്ച് റെഗുലേറ്റ് ദ പ്രൈസ് ഓഫ് കമോഡിറ്റി ഇൻ ജനറൽ നാച്ചുറലി റെഗുലേറ്റ് വേജസ് or the price of the labor power. The fluctuations of the wages correspond to the fluctuations in the price of commodities in general. But within the limits of these fluctuations, the price of labor power will be determined by the cost of production, by the labor time necessary for the production of the commodity,
ലേബർ പവർ. 12 ഇപ്പം ഞാൻ വായിച്ചത്. ഇനി 13 നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഇതിനെപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. എ നീഗ്രോ ഈസ് എ നീഗ്രോ ഓൺലി അണ്ടർ certain conditions does he become a slave. A cotton spinning machine is a machine for spinning cotton. Only under certain conditions does it become capital. Torn away from these conditions, it is as little capital as gold is itself money or sugar is the price of sugar. എന്നുള്ളതാണ് പേജ് 13 ഇത് വളരെ പ്രസിദ്ധമായ ഒരു കോട്ടാണ്, പലരും കൂട്ടിയാറുള്ളൊരു സംഗതിയാണ്. ക്യാപിറ്റലിനെ പറ്റിയിട്ടുള്ള 9 പേജ് 14 ഇപ്പം ഞാൻ വായിച്ചത് 13 അടുത്തത്. Capital does not consist in the fact that accumulated labor serves living labor as a means for new production. It consists in the fact that living labor serves accumulated labor as the means of preserving and multiplying its exchange value. ഇതാണ് പിന്നീട് സർപ്ലസ് വാല്യൂ എന്നുള്ള ഒരു സിദ്ധാന്തമൊക്കെ ആയിട്ട്. ഇതൊരു സർപ്ലസ് വാല്യൂ എന്നുള്ളൊരു സിദ്ധാന്തമായിട്ട് ഇതിൽ അവതരിപ്പിക്കുന്നത് കാണുന്നില്ല. പക്ഷേ സർപ്ലസ് എന്നുള്ളത് ആ ആശയം ഈ കുറിപ്പുകളിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത്. തിയറി ഓഫ് സർപ്ലസ് വാല്യൂ, മിച്ചമൂല്യ സിദ്ധാന്തം എന്ന രീതിയിൽ ഇതിൽ കാണുന്നില്ല. പക്ഷേ അതിൻ്റെ എലിമെൻറ്റ്സ് മുഴുവൻ ഇതിൽ കാണാൻ പറ്റും. സർപ്ലസ് വാല്യൂ എന്നുള്ള സിദ്ധാന്ത രൂപത്തിൽ അത് വരുന്നത് ദസ് ക്യാപിറ്റലിൻ്റെ 1ാമത്തെ വോള്യത്തിലാണ്. 10ാമത്തെ പോയിന്റ്, ഡസ് എ വർക്കർ ഇൻ എ കോട്ടൺ ഫാക്ടറി പ്രൊഡ്യൂസ് ഓൺലി കോട്ടൺ? നോ, ഹി പ്രൊഡ്യൂസസ് ക്യാപിറ്റൽ ആണ് മാർക്സ് പറയുന്നത്. ഒന്നുകൂടി വായിക്കാം. ഡസ് എ വർക്കർ ഇൻ എ കോട്ടൺ ഫാക്ടറി പ്രൊഡ്യൂസ് ഓൺലി കോട്ടൺ? നോ, ഹി പ്രൊഡ്യൂസസ് ക്യാപിറ്റൽ. Capital can multiply itself only by exchanging itself for labor power, by calling wage labor into life. The labor power of the wage laborer can exchange itself for capital only by increasing capital, by strengthening the very power whose slave it is. Increase of the capital, therefore, is the increase of the proletariat, of the working class. ഇത് പേജ് 15 ഇപ്പം ഞാൻ വായിച്ചു. അടുത്ത ഞാൻ നേരത്തെ 10 പോയിന്റ് എന്ന് പറഞ്ഞാൽ 10 അല്ല, 2 പോയിന്റ് കൂടിയുണ്ട്. 11ാമത്തത് പേജ് 18. പ്രോഫിറ്റ് റൈസസ് ഇൻ ദ സെയിം ഡിഗ്രി ഇൻ വിച്ച് വേജസ് ഫാൾ. ഇറ്റ് ഫാൾസ് ഇൻ ദ സെയിം ഡിഗ്രി ഇൻ വിച്ച് വേജസ് റൈസ്. അതിൽ തന്നെ തുടർന്ന് പറയുന്നതാണ്, പ്രോഫിറ്റ് ഇൻഡീഡ് ഹാസ് നോട്ട് റൈസൺ ബിക്കോസ് വേജസ് ഹാവ് ഫാളൻ, but wages have fallen because profit has risen. പേജ് 18. 12ാമത്തെ പോയിന്റ്, to say that the most favorable condition for wage labor is the fastest possible growth of productive capital. To say that the most favorable condition for wage labor is the fastest possible growth of productive capital is the same as to say the quicker the working class multiplies and augments the power inimical to it, the more favorable will be the conditions under which it will be permitted to toil anew in the multiplication of bourgeois wealth at the enlargement of the power of capital, content thus to forge for itself the golden chains by which the bourgeoisie drags it in its train. ആണ് ഇതും ഇതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഒരു നിരീക്ഷണമാണ്. അടുത്തൊരു 2 പോയിന്റ് കൂടിയുണ്ട്. 13, the more productive capital grows, the more productive capital grows, the more it extends the division of labor and the application of machinery. The more the division of labor and the application of machinery extend, the more does competition extend among the workers, the more do their wages shrink together. ഇത് പേജ് 23. ഇനി ലാസ്റ്റ് പോയിന്റ് 14ാമത്തെ പോയിന്റായിട്ട് ഞാൻ ചെയ്തത്,
But capital not only lives upon labor, like a master, at once distinguished and barbarous, it drags into its grave the corpse of its slaves, whose hecatombs of workers who perish in the crisis. എന്നാണ് 23-ാമത്തെ പേജ്. ഇത്രയാണ് ഞാനതിൽ ഒരു പ്രധാനപ്പെട്ടത് എന്നെനിക്ക് തോന്നിയ നിരീക്ഷണങ്ങൾ ഞാൻ എടുത്തത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഇതിൽ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇതുവരെ പറഞ്ഞതുമായിട്ട് അതിനൊന്ന് കണക്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിപ്പോൾ സത്യത്തിൽ കൂലിപ്പണിയെക്കുറിച്ചാണ് മാർക്സിൻ്റെ ഈ വിശകലനം, അല്ലേ? വേജ് ലേബറിനെ പറ്റിയാണ്. ഇതാണ് മേജറായിട്ടുള്ളത്. മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കൂലിപ്പണി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത് വെറും ഒരു സാമ്പത്തികമായ ഒരു തലത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അതിന് വളരെ ഫിലോസോഫിക്കലായിട്ടുള്ള പ്രൊഫൗണ്ടായിട്ടുള്ള ചില ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻസ് അതിൽ ഉന്നയിക്കപ്പെടുന്നുണ്ടെന്നാണ് മാർക്സിൻ്റെ നിരീക്ഷണം. കൂലിപ്പണിയെ പറ്റിയിട്ട് ഒരു ഫിലോസഫർ എഴുതുകയാണ്. ഓക്കെ, ഒരു തത്വചിന്തകൻ്റെ പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് വേജ് ലേബർ ആയിട്ട് മാറുകയാണ്, ബോഡി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതിലൊക്കെ കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഫിലോസോഫിക്കൽ ആയിട്ടുള്ള തിങ്കിങ് ഉണ്ട് പലതരത്തിൽ, അല്ലേ? വാട്ട് ഈസ് ഹ്യൂമൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് ബീയിങ്, വാട്ട് ഈസ് നോയിങ്, വാട്ട് ഈസ് ട്രൂത്ത്, വാട്ട് ഈസ് ഫ്രീഡം, ഐഡിയോളജി, സ്റ്റേറ്റ്, ഇങ്ങനെയുള്ള പല സാധാരണ പറയാനുള്ള ബിഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുക അതിനൊക്കെ, അല്ലെങ്കിൽ പെരിനിയലായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, മനുഷ്യർ എല്ലാ കാലത്തും ഉന്നയിച്ചിട്ടുള്ള മനുഷ്യരുടെ അസ്തിത്വത്തെ സംബന്ധിക്കുന്ന, ഉണ്മയെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഈ ചോദ്യങ്ങളിലൂടെയൊക്കെ മാർക്സിൻ്റെ വിചാരങ്ങൾ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ആദ്യഘട്ടത്തിലൊക്കെ. ആ തത്വചിന്തയുടെ രീതി മാർക്സിനെ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് ഫോയ്ബാക്ക് തീസിസുകളിൽ മാർക്സ് തന്നെ പറയുന്നത് പോലെ ഫിലോസഫേഴ്സ് ഹവ് ഓൺലി ഇൻ്റർപ്രിറ്റഡ് ദ വേൾഡ് ഇൻ മെനി വേയ്സ്, ദ പോയിൻ്റ് ഈസ് ടു ചേഞ്ച് ഇറ്റ് എന്നുള്ള അതിലേക്ക് വരുന്നതോട് കൂടിയിട്ട് മാർക്സിൻ്റെ ഒരു കൺസേൺ തന്നെ മാറുകയാണ്. പക്ഷെ അത് മാറുന്നുണ്ടോ, അതോ മാർക്സ് ഈ കൂലിപ്പണി എന്ന് പറയുന്ന ഒരു വിഷയത്തെപ്പറ്റി മാർക്സ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയിട്ട് മാറുമ്പോൾ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? മറ്റതൊക്കെ ഇല്ലാതാവുകയാണോ? അതുവരെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇതല്ല ഇനി ഡിസ്കസ് ചെയ്യേണ്ടതെന്നാണോ? അതോ ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻ എന്ന് മാർക്സ് കരുതുകയാണോ ചെയ്യുന്നത്? ഞാനത് രണ്ടാമത്താണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആ ഫിലോസോഫിക്കൽ ആയിട്ടുള്ളൊരു ഡെപ്തുള്ള ഒരു ചോദ്യമാണ് ലേബർ പവർ, അല്ലെങ്കിൽ വേജ് ലേബർ എന്ന് പറയുന്നത്, കൂലിപ്പണി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് മാർക്സ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ട് പിന്നീട് എടുക്കുന്നതാണ്. ഞാനത് കഴിഞ്ഞ ഇതിൽ പറയുകയും ചെയ്തു. ഒരുപക്ഷെ ബോഡി എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഒരു കൺസേൺ ആയിട്ട് തത്വചിന്തയിൽ വരുന്നത് മാർക്സ് വന്നതിന് ശേഷമാണെന്ന്. തത്വചിന്തയിൽ ഇത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ബോഡിയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഈ ബോഡിയെ സംബന്ധിക്കുന്നൊരു വിഷയമാണ് കൂലിപ്പണി, അല്ലേ? ഏറ്റവും മൂർത്തമായ ശരീരത്തെ സംബന്ധിക്കുന്ന ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് മാർക്സ് തന്നെ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ആ ചോരയും നീരുമുള്ള ശരീരത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? മാർക്സിൻ്റെ പഴയൊരു പ്രധാനപ്പെട്ട കൺസേൺ എന്ന് പറയുന്നത് മേക്കിംഗ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. മനുഷ്യരാക്കുന്നത് മേക്കിംഗ് ആണ്, അല്ലെങ്കിൽ മനുഷ്യരുടെ ഉണ്മയെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി ആയിട്ട് മാർക്സ് കാണുന്നത് മേക്കിങ്ങിനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. മേക്കിംഗ് എന്ന് പറയുന്നത് വസ്തു ഉണ്ടാക്കൽ മാത്രമല്ല, സ്വയം ഉണ്ടാക്കലും കൂടിയാണ് എന്നുള്ള അർത്ഥത്തിൽ ആ പോയസിസിനെയും പ്രാക്സിസിനെയും തമ്മിലുള്ള ആ വ്യത്യാസം, പോയസിസ് പ്രാക്സിസ് തിയറിയ എന്നുള്ള ആ വ്യത്യാസത്തെ മറികടന്നുകൊണ്ട് മേക്കിംഗ് എന്ന് പറയുന്നതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സിസ്റ്റൻഷ്യൽ ആക്റ്റായിട്ട്, മനുഷ്യരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പീഷീസ് ബീയിങ് എന്നുള്ള രീതിയിലുള്ള ഒരു ജീവിവർഗം എന്ന രീതിയിൽ മനുഷ്യരെ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന, ആ ജീവിവർഗ സ്വഭാവം പ്രകടമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മേക്കിംഗ് എന്നാണ് മാർക്സിൻ്റെ ഒരു തിസിസ്. ഇതുവരെ പറഞ്ഞു വന്നതാണ്. ഈ മേക്കിങ്ങിന് സംഭവിച്ചൊരു വിപര്യമാണ്, ക്യാപിറ്റലിസ്റ്റ് സംഭവിച്ചൊരു വിപര്യമാണ് കൂലിപ്പണി എന്ന് പറയുന്നത്.
അതിൻ്റെ ഒരു ദാരുണമായ ഒരു അവസ്ഥയാണ് ആ മേക്കിംഗ് എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ടതെന്ന് മാർക്സ് കരുതുന്ന ആ ഒരു പ്രവൃത്തി വിശേഷത്തിന് സംഭവിക്കുന്ന ഒരു ദാരുണമായ അവസ്ഥ, ഒരു ദുരവസ്ഥയാണ് വേജ് ലേബർ എന്ന് പറയുന്നത്. അതാണ് മാർക്സിൻ്റെ ഒരു കൺസേൺ എന്ന് ഞാൻ അങ്ങനെ അതിനെ വായിക്കാനാകും. അതുകൊണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റിൽ വേണം ഇതിനെ കാണാൻ. അല്ലാണ്ട് വെറുതെ കൂലിപ്പണി എന്താണെന്നുള്ള വിശകലനം ചെയ്യുകയല്ല. ഒരു സാമ്പത്തിക ശാസ്ത്രം കൂലി എന്താണ്, വില എന്താണെന്ന് ചോദിക്കുന്ന ചോദ്യമല്ല ഇത്. ഇതിപ്പോൾ പൊളിറ്റിക്കൽ എക്കോണമിസ്റ്റുകളൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ടല്ലോ. വില എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്, മാർക്കറ്റിൻ്റെ എങ്ങനെയാണ് ഒരു വസ്തുവിന് വില ഉണ്ടാവുന്നത്, ഒരു വസ്തുവിന് എങ്ങനെയാണ് എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു വസ്തുവിന് എങ്ങനെയാണ് മൂല്യമുണ്ടാവുന്നത്. ഇതൊരു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ചോദ്യമല്ല മാർക്സ് ഉന്നയിക്കുന്നത്. അത് വളരെ പ്രൊഫൗണ്ടായിട്ടുള്ളൊരു ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ വന്ന ഒരു കാര്യം. അത് അപ്പോൾ എന്താണ് സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ ഒരു ക്യാപിറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്ന, ബൂർഷ്വാ എന്ന് വിളിക്കുന്ന ഒരു ഉൽപ്പാദന വ്യവസ്ഥയുടെ ഉള്ളിൽ ഈ മേക്കിങ്ങിന് എന്താണ് സംഭവിക്കുന്നത്? അത് കൂലിപ്പണിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അത് വളരെ ദാരുണമായ ഒരു അവസ്ഥയാണ്, വളരെ ക്രൂരമായ ഒരു അവസ്ഥയാണ് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കൂലിക്ക് പണി ചെയ്യുക എന്നുള്ളത്. കൂലിക്ക് പണി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താണെന്നുള്ളത് നമ്മൾ, അപ്പോൾ എന്താണ് കൂലി എന്നുള്ള ഒരു ചോദ്യം അവിടെ സ്വാഭാവികമായിട്ട് വരും. ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ മനുഷ്യർ അവരുടെ ശരീരം വിറ്റ് ജീവിക്കുന്നതിനെയാണ് കൂലിപ്പണി എന്ന് പറയുന്നത്. അതെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ശേഷികൾ വിറ്റ് ജീവിക്കുക മാത്രമല്ല, ജീവിക്കാൻ പാടുപെടുകയാണ്. ഓക്കെ, ജീവിക്കുക എന്നുള്ളതല്ല എൻ്റെ ശരിക്കും. സ്വന്തം ശരീരം വിറ്റ് ജീവിക്കാൻ വേണ്ടി പാടുപെടുന്ന മനുഷ്യരുടെ ഒരു ദുരവസ്ഥയാണ് കൂലിപ്പണി എന്ന് പറയുന്നതിൽ കാണുന്നത്. അപ്പോൾ ആ ശരീരം വിൽക്കുന്നതിന്, ശരീരം എന്നുള്ളതിനെ നമുക്കൊന്ന്, ശരീരം എന്നുള്ള വാക്കല്ല മാർക്സ് ഉപയോഗിക്കുന്നത്, ലേബർ പവർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ശരീരത്തിൻ്റെ അധ്വാനിക്കാനുള്ള ശേഷിയാണ് പവറിൽ, ലേബറല്ല. എൻ്റെ അധ്വാനിക്കാനുള്ള എൻ്റെ ശരീരത്തിൻ്റെ ശേഷി ഞാൻ വിറ്റ് ജീവിക്കുകയാണ്. ഓക്കെ, അത് വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസയ്ക്കാണ് കൂലി എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. അതിൽ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അതാണല്ലോ. എനിക്ക് പണിയെടുക്കാനുള്ള ശേഷി ഞാൻ വിൽക്കുന്നു, ആ വിൽക്കുന്നതിന് കിട്ടുന്ന മൂല്യം അല്ലേ, അതിൻ്റെ കിട്ടുന്നതിനെ നിങ്ങൾ പണത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് കൂലി എന്ന് പറയുന്നത്, വേജ് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താണ് വിൽക്കുന്നത്, എന്താണ് വാങ്ങുന്നത് എന്നുള്ള ചോദ്യമാണ് അങ്ങനെ. ഇവിടെ എന്താണ് സത്യത്തിൽ ഒരാൾ വിൽക്കുകയും എന്താണ് ഒരാൾ വാങ്ങുകയും ചെയ്യുന്നത്? ഒരു ഉടമ എന്താണ് വാങ്ങുന്നത്? ഉടമസ്ഥൻ അല്ലെങ്കിൽ മുതലാളി. മുതലാളി എന്നുള്ള വാക്ക് തന്നെ മുതലാളുന്ന ആളാണ്. ക്യാപിറ്റലിസ്റ്റ് തന്നെയാണ് ശരിക്കും എൻ്റെ അർത്ഥം. തൊഴിൽ മാത്രം ആളുന്ന ആളാണ് തൊഴിലാളി. അധ്വാനിക്കാനുള്ള ശേഷി മാത്രമേ അയാളുടെ കയ്യിലുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ കൂലി വേല സമ്പ്രദായത്തിനുള്ളിൽ നടക്കുന്ന കൈമാറ്റം? എന്താണ് ഒരാൾ വിൽക്കുന്നത്, എന്താണ് ഒരാൾ വാങ്ങുന്നത്? ഇതാണ് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അതിൽ മാർക്സ് പറയുന്നത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? അധ്വാനമല്ല വിൽക്കുന്നത്, സത്യത്തിൽ അധ്വാന ശേഷിയാണ് വിൽക്കുന്നത്. ഇവിടെ മാർക്സ് വളരെ ക്രൂഷ്യലായിട്ടുള്ള, വളരെ നിർണായകമായ ഒരു വേർതിരിവ് കൊണ്ടുവരികയാണ്. ഇത് ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമിയിലൊന്നും കാണാത്തൊരു വേർതിരിവാണ്. ഇപ്പോൾ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമിസ്റ്റുകൾ എന്ന് പറയുന്ന സ്മിത്ത്, റിക്കാർഡോ തുടങ്ങിയ ആളുകളൊക്കെ ഈ അധ്വാന മൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത് അവതരിപ്പിച്ചിട്ടുണ്ട്, നമ്മളന്ന് പറഞ്ഞത്. അതായത് മൂല്യം നിശ്ചയിക്കുന്ന അധ്വാനമാണ്. ഒരു വസ്തുവിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്, നിർണ്ണയിക്കപ്പെടുന്നത് ലേബറാണ് എന്നുള്ള സിദ്ധാന്തം മാർക്സിന് മുമ്പേ ഉള്ളതാണ്. ലേബർ തിയറി ഓഫ് വാല്യൂ എന്നൊക്കെ പറയുന്നത് ആഡം സ്മിത്തിനെ പോലുള്ള ആളുകളും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. മാർക്സ് അവിടെ നടത്തുന്ന വളരെ നിർണായകമായ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അധ്വാനം എന്ന് പറയുന്നതും അധ്വാനശേഷി എന്ന് പറയുന്നതും രണ്ടാണ്. ഞാൻ ആദ്യം വായിച്ച പാരഗ്രാഫിൽ പറയുന്ന ഒരു ആശയം ഇതാണ്. അധ്വാനം എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതെൻ്റെ അധ്വാനമാണ് എന്ന് പറയുമ്പോൾ എൻ്റെ അധ്വാനത്തിൻ്റെ മൂർത്തിമത് ഭാവമാണത്, രൂപം കൊണ്ട ഒന്നാണത്. ഒരു പ്രൊഡക്റ്റിൽ എംബോഡീഡ് ആയിട്ടുള്ള ഒന്നാണ് അധ്വാനം എന്ന് പറയുന്നത്. നേരത്തെ അധ്വാന ശേഷി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ശരീരത്തിൻ്റെ ശേഷിയാണ്. ഓക്കെ, ഒരു
കപ്പാസിറ്റി ടു വർക്കാണ് ലേബർ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അധ്വാനിക്കാനുള്ള ശേഷിയാണത്. വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ഒന്നിനെയാണ് അധ്വാനം എന്ന് പറയുന്നത്. അപ്പം മാർക്സ് ഇത് വളരെ സൂക്ഷ്മമായി വളരെ ശ്രദ്ധിച്ച് ഈ ഒരു വേർതിരിവ് ഇതിൽ നടത്തുക. ഇത് ആദ്യഘട്ടത്തിൽ ഈ പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് മാർക്സ് ഈ വ്യത്യാസം വരുത്തിയിട്ടില്ല ശരിക്കും. എന്ന് പറഞ്ഞാൽ വ്യത്യാസം വരുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കൺസെപ്ച്വലി വ്യത്യാസമുണ്ട്, പക്ഷെ ഉപയോഗിക്കുന്ന വാക്ക് ലേബർ എന്ന് തന്നെയായിരുന്നു, രണ്ടർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്നു എന്നർത്ഥം. പിന്നീടാണ് ഈ ക്ലാരിഫിക്കേഷൻ വരുത്തുകയും എംഗൽസാണ് സത്യത്തിൽ ഈ നോട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വേർതിരിവ് വളരെ കൃത്യമായിട്ട് കാണിക്കുന്നു. പിന്നെ ക്യാപിറ്റലിലൊക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമായിട്ട് മാർക്സ് ഉപയോഗിക്കുന്നുണ്ട്. ലേബർ പവറും ലേബറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. ഒരു പക്ഷേ ചിലപ്പോൾ അതൊരു അനലറ്റിക് ആയിട്ടുള്ളൊരു ഡിസ്റ്റിങ്ഷൻ ആയിരിക്കും. ഓക്കെ, റിയൽ ഡിസ്റ്റിങ്ഷൻ എന്നുള്ളതിനേക്കാൾ ഒരു അനലറ്റിക് ആയിട്ട് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യത്യാസമാണ് അധ്വാനശേഷിയും അധ്വാനവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിക്കൽ പൊളിറ്റിക്കൽ എക്കോണമിസ്റ്റുകൾ പറയുക അധ്വാനമാണ് മൂല്യം, അതായത് വസ്തുവിൽ അടങ്ങിയിട്ടുള്ള അധ്വാനമാണ് അതിൻ്റെ മൂല്യം എന്നുള്ളതാണ്. മാർക്സ് പറയുക അധ്വാനശേഷിയാണ് മൂല്യത്തെ ഉണ്ടാക്കുന്നത്. ഒരാളുടെ ഒരു ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള അധ്വാനിക്കാനുള്ള ശേഷിയാണ് മൂല്യമുണ്ടാക്കുന്നത്, വസ്തുവിനെ മൂല്യവത്താക്കുന്നത് എന്നാണ് മാർക്സിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി ഈ ശേഷിക്ക് എന്താ സംഭവിക്കുന്നത്? ഓക്കെ, കൂലിപ്പണിയിൽ എന്താണ് സംഭവിക്കുന്നത്? കൂലിപ്പണിയിൽ സംഭവിക്കുന്നത് ഈ അധ്വാനശേഷി തന്നെ ഒരു കമോഡിറ്റി ആയിട്ട് മാറുകയാണ്, അല്ലേ? ഞാൻ എൻ്റെ അധ്വാനശേഷി വിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അധ്വാനശേഷി തന്നെ കമോഡിഫൈ ചെയ്യപ്പെടുകയാണ്, അത് ചരക്കായിട്ട് മാറുന്നത്. എൻ്റെ ശേഷിയെ എനിക്ക് വിൽക്കാൻ കഴിയുന്നു, അതായത് എൻ്റെ ശരീരത്തെ വിൽക്കുന്നു എന്ന് ചുരുക്കം. ഓക്കെ, അധ്വാനശേഷി തന്നെ ചരക്കായി മാറുന്ന, കമോഡിറ്റിയായി മാറുന്ന ഒരു സിസ്റ്റമാണ് വേജ് ലേബർ അല്ലെങ്കിൽ കൂലിപ്പണി എന്ന് പറയുന്ന സമ്പ്രദായം. അതാണ് മാർക്സിൻ്റെ വാദം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഓക്കെ, നിങ്ങളുടെ ശേഷി വിൽക്കുക, ശരീരത്തിൻ്റെ അധ്വാനിക്കാനുള്ള ശേഷി എനിക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ അതിനൊരു കൈമാറ്റ മൂല്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ വിനിമയ മൂല്യം ഉള്ളത്. വിനിമയ മൂല്യത്തിനെയാണല്ലോ നമ്മൾ ഈ മൂല്യം എന്ന് ഇവിടെ പറയുന്നത്. അത് വിനിമയം ചെയ്യാവുന്നൊരു സാധനമാണ്. എൻ്റെ അധ്വാനശേഷി എനിക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എന്താ വിൽക്കുന്നത്? സത്യത്തിൽ എൻ്റെ അധ്വാനശേഷിയാണ് വിൽക്കുന്നത്. കൂലിപ്പണിയിൽ സംഭവിക്കുന്നത് ഞാൻ എൻ്റെ അധ്വാനശേഷി വിൽക്കുന്നു. എന്താണ് വാങ്ങുന്നത്? എൻ്റെ അധ്വാനിക്കാനുള്ള ശേഷിയാണ് വേറൊരാൾ വാങ്ങുന്നത്. അപ്പോൾ വിൽക്കുന്നതും വാങ്ങുന്നതും അധ്വാനശേഷിയാണ് എന്നുള്ളതാണ് മാർക്സിൻ്റെ ഒരു സുപ്രധാനമായ നിർണായകമായ ഒരു നിലപാട്. ഒരു വസ്തുവിനെ നിങ്ങൾ അളക്കുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞാൽ ഒരു തുണി നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചു, കോട്ടൺ, ഒരു തുണി മില്ലിൽ തുണി ഉൽപ്പാദിപ്പിച്ചു. തുണി വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് മീറ്ററിലോ അല്ലേ സെൻറ്റിമീറ്ററിലോ ഒക്കെയാണ് നിങ്ങൾ മൂടി വാങ്ങുക, സ്കെയിലാണ്. അധ്വാനശേഷി എങ്ങനെയാണ് വാങ്ങുക? അധ്വാനശേഷി വാങ്ങുക സമയത്തിലാണ്. ഇതാണ് മാർക്സ് പറയുന്ന അധ്വാന സമയം എന്ന് പറയുന്നത്. ഓക്കെ, അധ്വാനശേഷി വിൽക്കുന്നതും വാങ്ങുന്നതും സമയം കൊണ്ട് അളന്നിട്ടാണ്. സമയമാണ് അതിൻ്റെ അളവുകോൽ. ഇത്ര മണിക്കൂർ അധ്വാനം, ഓക്കെ, 8 മണിക്കൂർ ജോലി. ഓക്കെ, ഇതൊക്കെ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സാധനമാവുന്ന അങ്ങനെയാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം എന്നൊക്കെ പറയുന്ന ഈ മണിക്കൂർ വളരെ പ്രധാനമാണ്. കാലം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. കാരണം നിങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് ശേഷികളാണ്. ആ ശേഷികളെ അളക്കാനുള്ള സ്കെയിൽ എന്ന് പറയുന്നത് സമയമാണ്. ഓക്കെ, എന്നുവെച്ചാൽ പ്രൊഡക്റ്റിനെ അളക്കുന്നത് നിങ്ങൾ മീറ്ററൊക്കെ വെച്ചിട്ടായിരിക്കും, പക്ഷേ സമയത്തെ വെച്ചിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങൾക്ക് സമയം വെച്ചിട്ട് ഈ അധ്വാനശേഷിയെ അളന്ന് മുറിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ 8 മണിക്കൂർ ജോലി എന്ന് വരുമ്പോൾ എന്താണ്? 8 മണിക്കൂറേ ജോലി ചെയ്യേണ്ട കാര്യമുള്ളൂ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആ 8 മണിക്കൂർ അധ്വാനശേഷിയെ 8 മണിക്കൂർ വെച്ചിട്ട് അളന്ന് മുറിച്ച് എടുക്കുകയാണ്. അപ്പം പിന്നെ ലാഭം കൂട്ടാൻ ഒരു മുതലാളിക്ക് എന്താ ചെയ്യാൻ പറ്റുക? മണിക്കൂർ കൂട്ടിയാൽ മതി. ഓക്കെ, മണിക്കൂർ കൂട്ടുമ്പോൾ ഇതനുസരിച്ച് ഈ അധ്വാനത്തിൻ്റെ ഈ ശേഷിയെ പരമാവധി ഊറ്റിയെടുക്കാൻ പറ്റും. ഈ സമയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ഊറ്റിയെടുക്കാം. അപ്പോൾ ഞങ്ങൾ സമയം കൊണ്ട് അളന്നെടുക്കാവുന്ന ഒരു കമോഡിറ്റി ആയിട്ട്, ഒരു ഉരുപ്പടിയായിട്ട് പിന്നെ അധ്വാനശേഷി എന്ന് പറയുന്നത് മാറുക എന്നുള്ളതാണ്. ഇത്
മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റലിസത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതിന് മുമ്പുള്ള ഒരു ഫ്യൂഡൽ ബന്ധങ്ങളുടെ ഇടയിലാണെങ്കിലും സ്ലേവറിയിലൊന്നും കാണാത്തൊരു സിസ്റ്റമാണ് ഈ അധ്വാനശേഷിയുടെ കമോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് സംതിങ് സ്പെസിഫിക് ടു ദ ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊട്ടക്ഷൻ എന്നാണ് മാർക്സിൻ്റെ ഒരു വാദം. ഇതിന് വലിയ ഇംപ്ലിക്കേഷൻസ് ഉള്ളൊരു കാഴ്ചപ്പാടാണ് സത്യം. അത് സമയത്തെ പറ്റിയിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഇതിലുണ്ട്. കാലം എന്ന് പറയുന്നത് ടൈമിനെ പറ്റിയുള്ളൊരു സങ്കല്പമുണ്ട്. എങ്ങനെയാണ് മുതലാളിത്തത്തിൻ്റെ സമയം എന്ന് പറയുന്ന സങ്കല്പം രൂപപ്പെടുന്നത്? ഓക്കെ, ഇതൊക്കെ പിന്നീട് പഠനം നടന്നിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ക്യാപിറ്റലിലാണെങ്കിൽ അത് വർക്കിംഗ് ഡേ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ അത് വളരെ വിശദമായിട്ട് മാർക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് എന്താണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ടൈം എന്ന് പറയുന്നത് തന്നെ ക്യാപിറ്റലിസത്തിൽ ഒരു ക്വാണ്ടിഫയബിൾ മെഷർ ടൈഡ് ടു ദ പ്രൊഡക്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് കമോഡിറ്റീസ് ഇങ്ങനെയായി മാറുകയാണ് അല്ലേ. ചരക്കുകളുടെ വിനിമയത്തിന് അനുയോജ്യമായ രീതിയിലുള്ള കമോഡിഫൈഡ് ആയിട്ടുള്ളൊരു മെഷറാണ് ടൈം എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വാച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൻ്റെ അനുസരിച്ച് ഇത് എന്താ ചെയ്യുന്നത്, ഇത് എൻ്റെ ലേബർ പവർ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള ക്രമം നിശ്ചയിക്കുന്ന ഒരു സാധനം മാത്രമാണ്. ഇപ്പോൾ കലണ്ടർ എന്താണ്, ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് ജോലിയില്ലാത്ത ദിവസമാണ്. ജോലിയില്ലാത്ത ദിവസം എന്ന് പറഞ്ഞാൽ എന്താ, ആ സങ്കല്പം തന്നെ, ആ ടൈമിനെ പറ്റിയുള്ള സങ്കല്പം തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ ഈ മോഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഈ ഉൽപ്പാദന സമ്പ്രദായത്തിനനുസരിച്ച് നിങ്ങളുടെ ലേബർ പവറിനെ വെട്ടി അളന്ന് മുറിച്ച് ക്രമപ്പെടുത്താനുള്ളൊരു ഇതായിട്ട് ടൈം തന്നെ മാറുകയാണ്. അപ്പോൾ ആ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമല്ല സത്യത്തിൽ, അത് എൻ്റെ അനുഭവമായിട്ട് ബന്ധമൊന്നുമില്ല അതിന്. അപ്പം മുതലാളിത്തത്തിൻ്റെ കലണ്ടറിൻ്റെ ഉള്ളിലായിരിക്കും നമ്മളൊക്കെ ജീവിക്കുന്നത് ശരിക്കും. അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ കലണ്ടറിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സമയമാണ് എൻ്റെ നാഡിയിൽ നിന്ന് മെടിക്കുന്നത് എന്ന് പറയും. അപ്പം ഇത് ആണ് ഒരു മാർക്സിൻ്റെ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താവുന്നൊരു വലിയ ഒരു ആശയം എന്നത്. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞിരുന്നത് പിന്നെ അടുത്ത പോയിന്റിലേക്ക്, ഞാനത് ഓരോ പോയിന്റിലേക്കും പ്രത്യേകിച്ച് വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വിശദീകരിക്കുന്നത്. ഇനി വില എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, വില എന്ന് പറയുന്നത്, പ്രൈസ് എന്ന് പറയുന്നത് പണത്തിൽ കണക്കാക്കുന്ന ഒരു വസ്തുവിൻ്റെ വിനിമയ മൂല്യത്തെയാണ് നമ്മൾ വില എന്ന് വിളിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ വില എന്ന് പറയുന്നത് മാർക്കറ്റ് നിശ്ചയിക്കുന്നതായിരിക്കും. മാർക്കറ്റിൻ്റെ ഉള്ളിൽ നിശ്ചയിക്കപ്പെടുന്ന ഒരു സാധനമാണ് വില. സത്യത്തിൽ അതെന്താണ്? അപ്പോൾ ആ വസ്തുവിൽ ആ വസ്തുവിൻ്റെ വിനിമയ മൂല്യം, ആ വിനിമയ മൂല്യം പണത്തിൽ കണക്കാക്കുന്നതിനെയാണ് നമ്മൾ വില എന്ന് പറയുന്നത്. അപ്പോൾ മാർക്സ് പറയുന്ന ഒരു കാര്യം വെച്ചാൽ, അപ്പോൾ സത്യത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ കൂലി എന്ന് പറയുന്നത് നിങ്ങളുടെ അധ്വാനശേഷിയുടെ വിലയാണ് അല്ലേ. ഈ മേശയ്ക്കൊരു വിലയുണ്ട്, മാർക്കറ്റ് നിശ്ചയിക്കുന്നൊരു വിലയുണ്ട് അല്ലേ. അതൊരു കമോഡിറ്റിയാണ്. അധ്വാനശേഷിയും കമോഡിറ്റിയാണ്. ഓക്കെ, ഈ അധ്വാനശേഷിക്ക് പണത്തിൽ കണക്കാക്കാവുന്ന വിലയാണ് അതിൻ്റെ വേജ് അല്ലേ. കൂലി എന്ന് പറയുന്നത് അതാണെന്നാണ് മാർക്സിൻ്റെ നിരീക്ഷണം. ഓക്കെ, ഒരു വസ്തുവിന് നിങ്ങൾ അതിൻ്റെ വിനിമയ മൂല്യം നിങ്ങൾ പണത്തിൽ കണക്കാക്കുന്നതിനെയാണ് വില എന്ന് പറയുന്നതെങ്കിൽ, നിങ്ങളുടെ അധ്വാനശേഷിക്ക് അതിൻ്റെ വിനിമയ മൂല്യം പണത്തിൽ കണക്കാക്കുന്നതിനെയാണ് കൂലി എന്ന് പറയുന്നത്. അപ്പം രണ്ട് കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഒന്ന്, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കമോഡിറ്റി എന്ന് നമ്മൾ സാധാരണ അർത്ഥത്തിൽ പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള അധ്വാനം എന്നുള്ള അർത്ഥത്തിലാണ്. ആ അധ്വാനമാണ് അതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്. ഇത് അധ്വാനശേഷി തന്നെ ഉരുപ്പടിയായിട്ട് മാറുകയാണ് അല്ലേ. അധ്വാനശേഷി തന്നെ ഒരു ഉരുപ്പടിയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷന് വിനിമയം ചെയ്യാവുന്ന ഒരു വസ്തുവായിട്ട് മാറുമ്പോൾ അതിന് നിശ്ചയിക്കപ്പെടുന്ന വിലയാണ് കൂലി. ഓക്കെ, ആ ശേഷി എവിടെ നിൽക്കുന്നത്? ആ ശേഷി നിൽക്കുന്നത് മാർക്സ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ബോഡിയുടെ ഫ്ലഷിലും ബ്ലഡിലുമാണ്, ചോരയിലും നീരിലുമൊക്കെയാണ് ഈ അധ്വാനശേഷിയുടെ വേരുകൾ കിടക്കുന്നത്. ഇവിടെയാണ് മാർക്സ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ പട്ടുനൂൽ പുഴുവിൻ്റെ ഇമേജ് അവതരിപ്പിക്കുന്നത്.
അപ്പോൾ നമുക്കറിയാം ഈ പട്ടുനൂൽ പുഴുവിൻ്റെ വ്യവസായം എന്ന് പറയുന്നത് എത്രയോ കാലം മുമ്പുള്ളതാണ്. ഈ പട്ടുനൂൽ വ്യവസായം എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ സൂചന. വെറും പട്ടുനൂലിൻ്റെ കാര്യം മാത്രമല്ല, പക്ഷെ അത് പെട്ടെന്ന് വായിക്കുമ്പോൾ ആ ഇൻഡസ്ട്രിയെ സൂചിപ്പിക്കുന്നില്ല അവിടെ. പക്ഷെ അതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ചൈനയിലും ഒക്കെ പണ്ടുണ്ടായിരുന്നൊരു ഈ പട്ടുനൂൽ പുഴു വ്യവസായം എന്ന് പറയുന്നത് അറിയാമല്ലോ. ഒരു ഈ പുഴുവിനെ ആ പുഴു അതിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാവുന്ന നൂലാണ്, അതാണ് സിൽക്ക്. ആ നൂല് കൊണ്ട് അതൊരു പ്യൂപ്പ അല്ലേ, ഒരു എന്താ പറയുക, എന്തായാലും പറയലോ, കൊക്കു, ഒരു കൂട് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സമാധിയിരിക്കുകയാണ് ഈ പുഴു. അപ്പോൾ ഒരു നിശ്ചിത കാലം കഴിഞ്ഞാലാണ് അത് പൊട്ടിച്ച് പിന്നെ നിശാശലഭമായിട്ട് മാറുക. അപ്പോൾ അതിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാക്കുന്ന നൂലുകൊണ്ട് അതിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് പ്യൂപ്പ എന്നൊക്കെ പറയുന്നത് അല്ലേ, അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വ്യവസായം എന്ന് പറയുന്നത് അതിൻ്റെ മുഴുവൻ പ്രായമാവുന്നതിന് മുമ്പ് അത് നശിപ്പിച്ചിട്ട് ഈ സിൽക്ക് എടുക്കുക, അല്ലെങ്കിൽ സിൽക്ക് എടുക്കാൻ പറ്റില്ല, അതൊന്ന് ഈ നൂല് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് പൂർണ്ണ വളർച്ചെത്തുന്നതിന് മുമ്പ് അതിനെ നശിപ്പിച്ചിട്ട് ഇതെടുക്കുന്നതിനെയാണ് മാർക്സ് ആ ഇമേജാണ് ഇവിടെ എടുക്കുന്നത്. തൊഴിലാളി സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? അവരുടെ ശരീരത്തിൻ്റെ ഈ പറഞ്ഞ അധ്വാനശേഷി ഈ നൂലായിട്ട് ഉപമിക്കുകയാണെങ്കിൽ, ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഈ നൂല് കൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള സാധനങ്ങൾ എന്താ ഈ നൂല് കൊണ്ട് ചെയ്യുക? എനിക്ക് കഴിഞ്ഞുകൂടാനുള്ള ഒരു ഇത് മാത്രമാണ് അല്ലേ. അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഈ നൂല് സിൽക്കാവുന്നത് എനിക്കല്ല, അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക്, അത് എടുത്തു കൊണ്ടുപോകുന്ന ആളുകൾക്കാണ് അത് പിന്നെ സിൽക്കാവുകയും അതൊരു ലാഭകരമായിട്ടുള്ള സാധനമായിട്ട് മാറുകയും ചെയ്യുന്നത്. ഈ പുഴുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണോ, പുഴുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് സിൽക്കല്ല, അതതിൻ്റെ കൂലി കൊണ്ട് നിരന്തരം കഴിഞ്ഞു കൂടുക എന്നുള്ളത് മാത്രമാണ് ഒരു വേജ് ലേബറുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതാണ് അനാലജി മാർക്സ് ഉപയോഗിക്കുന്നത്. അനാലജി വേണമെങ്കിൽ ഒന്നും കൂടി വായിക്കാം. If the silkworm's object in spinning were to prolong its existence as caterpillar, it would be a perfect example of a wage worker എന്നാണ് മാർക്സ് പറയുന്നൊരു കാര്യം. അപ്പോൾ ഈ നൂല് പട്ടാവുന്നത്, സിൽക്കാവുന്നത് ഈ പുഴുവിൻ്റെ ജീവിതക്രമത്തിന് പുറത്താണ് അല്ലേ, ജീവിതചക്രത്തിന് പുറത്താണ്. അതിനെ സംബന്ധിച്ചിടത്തോളം അത് സിൽക്കാവുന്നില്ല. ഓക്കെ, എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങളും ഞാൻ എൻ്റെ ഈ ശരീരത്തിൽ നിന്നുണ്ടാവുന്ന ശേഷി കൊണ്ടുണ്ടാക്കുന്ന സംഗതികൾ ഉപയോഗിക്കുന്ന മറ്റു മനുഷ്യരൊക്കെയാണ്. എങ്കിൽ അത് സിൽക്കാവുന്നത്, പട്ടാവുന്നത്, വിലപിടിപ്പുള്ള ഒന്നായി മാറുന്നത് എനിക്കല്ല. എനിക്കതിൻ്റെ ഒരു വിഹിതം ആയിട്ട് കിട്ടുന്നത് ഈ സമയത്തിൽ കണക്കാക്കി എനിക്ക് കിട്ടുന്നത് വേജ് മാത്രമാണ്, ഈ കൂലി എന്ന് പറയുന്ന സാധനം മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് മാർക്സ് വളരെ അത് ഞാൻ നേരത്തെ വായിച്ച അതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ചില 2-3 സെൻറ്റൻസസ് കൂടിയുണ്ട്, അതൊന്ന് വേണമെങ്കിൽ വായിക്കാം. കൂലിപ്പണിയുടെ അവസ്ഥ മാർക്സ് പറയുന്നത് എങ്ങനെയാണ്? ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് എന്ന് പറയുന്നത് ഇവിടെ ലേബറർ എന്നുള്ളത്, കൂലിപ്പണി ചെയ്യുന്ന ആൾ. ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് ആക്ടിവിറ്റി ഈസ് നോട്ട് ദ എയിം ഓഫ് ഹിസ് ആക്ടിവിറ്റി. ഓക്കെ, എൻ്റെ പ്രവൃത്തിയുടെ ഫലം എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എൻ്റെ എയിമല്ല. ഇതാണ് എൻ്റെ അവസ്ഥ അല്ലേ. ഞാൻ ഇപ്പോൾ പുഴുവിൻ്റെ അവസ്ഥ വെച്ച് നോക്കുക, അതിൻ്റെ അത് ഉണ്ടാക്കുന്ന വസ്തു അതിൻ്റെ എയിമല്ല, അതിൻ്റെ ലക്ഷ്യമല്ല, അതുണ്ടാക്കാൻ വേണ്ടിയല്ല വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞുകൂടാനുള്ള ഈ പൂപ്പ മാത്രമാണ്, അതിൻ്റെ നൂലുകൊണ്ട് അതുണ്ടാക്കുന്നത് മാത്രമാണ്. അപ്പോൾ ഇത് പ്രവൃത്തിയെ പറ്റിയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രവൃത്തി, മനുഷ്യരുടെ പ്രവൃത്തിയുടെ ഒരു ദുരവസ്ഥയാണിതെന്ന് പറയാം അല്ലേ, ഒരു ഗതികേടാണിത്. അതായത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ ഉണ്ടാകുന്ന വസ്തു നിങ്ങളുടെ ലക്ഷ്യമല്ലാതെ മാറുക. അത് നിങ്ങളുടെ ലക്ഷ്യമല്ല, അത് മറ്റാരുടെയാണ് അതിൻ്റെ ലക്ഷ്യം. വാട്ട് ഹി പ്രൊഡ്യൂസസ് ഫോർ ഹിംസെൽഫ് ഈസ് നോട്ട് ദ സിൽക്ക് ഹി വീവ്സ് ബട്ട്
അതായത് മനുഷ്യർ, ഇതിപ്പം പട്ടുനൂൽ പുഴുവിനെ വിടുക, മനുഷ്യർ, ഒരു സിൽക്ക് ഉണ്ടാക്കുന്ന മനുഷ്യർ, തുണി ഉണ്ടാക്കുന്ന മനുഷ്യരോ അല്ലെങ്കിൽ എന്ത്, അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അയാൾക്ക് ഉപയോഗിക്കാനല്ല, അല്ലേ? അയാൾ ഉണ്ടാക്കുന്ന ഒരു വസ്തു, അയാൾ പണിയുന്ന കൊട്ടാരം അയാൾക്ക് താമസിക്കാനുള്ളതല്ല. മാർക്സ് അങ്ങനെ അയാൾ നിർമ്മിക്കുന്ന സാധനങ്ങളൊന്നും അയാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. വാട്ട് ഹി പ്രൊഡ്യൂസസ് ഫോർ ഹിംസെൽഫ് ഈസ് ദ വേജസ്. അയാൾക്ക് വേണ്ടി അയാൾ ഉണ്ടാക്കുന്ന ആകെ കൂടി കൂലി മാത്രമാണ്. ഓക്കെ, അതിൻ്റെ പത്തറ്റിക് ആയിട്ടുള്ള ഒരു ദാരുണമായിട്ടുള്ളൊരു അവസ്ഥയാണ് മനുഷ്യരുടെ പ്രവൃത്തി എന്ന് പറയുന്നതിന്, മേക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിന് സംഭവിക്കുന്ന ഒരു വിപര്യമാണ്, ഒരു ദാരുണമായ, വളരെ ക്രൂരമായ ഒരു വിപര്യത്തെ പറ്റിയാണ് മാർക്സ് ഇവിടെ പറഞ്ഞത്. മാത്രമല്ല ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, ലൈഫ് ഫോർ ഹിം എന്ന് പറഞ്ഞാൽ ലേബററാണ്. ലൈഫ് ഫോർ ഹിം ബിഗിൻസ് വേർ ദിസ് ആക്ടിവിറ്റി സീസസ്. ഓക്കെ, അറ്റ് ദ ടേബിൾ, അറ്റ് ദ ടാവൺ, ഇൻ ബെഡ്. The work has no meaning for him but only as earnings. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അർത്ഥമില്ല. ഓക്കെ, അർത്ഥരഹിതമായൊരു പണിയാണ് ചെയ്യുന്നത്. അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥമില്ലാത്തൊരു പണിയാണ്. എനിക്ക് ജീവിക്കാൻ വേണ്ടി ചില പൈസ കിട്ടുന്നതല്ലാതെ അതിന് യാതൊരു മീനിങ്ങും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സത്യത്തിൽ വർക്ക് കഴിയുമ്പോഴാണ് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ, ഇതാണ് മാർക്സ് പറയുന്നത്. നിങ്ങളുടെ 8 മണിക്കൂർ ജോലി ചെയ്തിട്ട് പോയിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ മാർക്സ് ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതൊക്കെയാണ്. അറ്റ് ദ ടേബിൾ, അറ്റ് ദ ടാവൺ, ഇൻ ബെഡ് എന്നൊക്കെയാണ്. നിങ്ങൾ പോയിട്ട് കിടക്കുമ്പോഴാണ് നിങ്ങൾ സത്യത്തിൽ നിങ്ങളായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് പിന്നെ വർത്തമാനം പറയാനും സംവദിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങളൊരു മേശയുടെ ചുറ്റും ഇരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ജീവിതം ഉള്ളത്. അതുവരെയുള്ള നിങ്ങൾ ജീവിക്കുകയല്ല ചെയ്യുന്നത്. ഓക്കെ, ആ ജീവിതം എന്ന് പറയുന്നത് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം മീനിങ്ലെസ് ആയിട്ടുള്ളതാണ്. അത് ഉണ്ടാക്കുന്നത് ഏണിങ്സ് മാത്രമാണ്. ആ ഏണിങ്സ് കൊണ്ട് എന്താ, എനിക്കൊരു കുപ്പായം വാങ്ങാൻ പറ്റുമായിരിക്കും, എനിക്കൊരു കുടിൽ വെക്കാൻ പറ്റുമായിരിക്കും. അപ്പം ഇതാണ് അതിൻ്റെ ഒരു നിരർത്ഥകത. ഓക്കെ, എന്താണ്? അതെ, അത് മൊത്തം ആ ഒരു മേക്കിങ്ങിൻ്റെ അർത്ഥം മുഴുവൻ. ഓക്കെ, അതിൻ്റെ പിന്നെ എന്താ പറയുക, മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മേക്കിംഗ് എന്ന് പറയുന്ന ആക്ടിന് ഉണ്ടാവുന്ന ആ പ്രാധാന്യം മുഴുവൻ ഇവിടെ അട്ടിമറിക്കപ്പെടുകയും അത് വളരെ ദാരുണമായ ഒരവസ്ഥയിലേക്ക്, പത്തറ്റിക്കായിട്ടുള്ളൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് കൂലിപ്പണിയെ പറ്റിയുള്ള മാർക്സിൻ്റെ ഒരു ചിന്തകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമ്മുടെ ജീവിതം ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കൂലിപ്പണിക്കാരായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു കൂലിപ്പണിക്കാരിയോ കൂലിപ്പണിക്കാരനെയോ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതം തുടങ്ങുന്നത് പണിക്ക് ശേഷമാണ് എന്നുള്ളതാണ്. പണിയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമല്ല എന്നുള്ള ഒരവസ്ഥയിലാണ്. പിന്നെ മാർക്സ് ഡിസ്കസ് ചെയ്യുന്നത് പല തലക്കെട്ടുകളിലാണ് ഈ കാര്യങ്ങളുള്ളത്. ഞാനത് ഓരോന്നായിട്ടും എടുക്കുന്നില്ല, അതിൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലേബർ പവർ അധ്വാനശേഷി ചരക്കായി മാറുന്ന ഒരു ചരിത്രത്തിൽ വേറൊരു അവസ്ഥയില്ല. ഓക്കെ, ഇപ്പോൾ ഫ്യൂഡൽ സിസ്റ്റം നോക്കുകയാണെങ്കിലും അടിമത്ത വ്യവസ്ഥ നോക്കുകയാണെങ്കിലും അധ്വാനശേഷി ചരക്കാവുന്നില്ല. ഓക്കെ, അപ്പം അത് ഈ മുതലാളിത്തം എന്ന് നമ്മൾ വിളിക്കുന്ന മൂലധന വ്യവസ്ഥയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഓക്കെ, മറ്റൊന്നിൽ നിന്നൊക്കെ വേർതിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ അടിമ സമ്പ്രദായം എടുക്കുകയാണ്. അടിമ സമ്പ്രദായത്തിൽ അടിമ വേണമെങ്കിൽ അടിമ എന്ന് പറയുന്നത് തന്നെ വേറൊരാളുടെ പ്രോപ്പർട്ടിയാണ്, അല്ലേ? ഇപ്പോൾ അടിമയുടെ ശരീരം എന്ന് പറഞ്ഞാൽ വേറൊരാളുടെയാണത്. ഓക്കെ, മാസ്റ്ററുടെയാണ്, അല്ലേ? സ്ലേവ് ഓണറുടെയാണ്. ശരീരം തന്നെ അവിടെ ഒരു ഉരുപ്പടിയാണ്. ഓക്കെ, ആ അർത്ഥത്തിൽ ശരീരം ഒരു, പക്ഷേ ശരീരത്തിൻ്റെ ശേഷി എന്ന് പറയുന്നത്, അധ്വാന ശേഷി എന്ന് പറയുന്നത് കമോഡിറ്റി അല്ല. നിങ്ങളുടെ അധ്വാനശേഷി കമോഡിറ്റി ആവണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. ഓക്കെ, എൻ്റെ അധ്വാനശേഷി എനിക്ക് വിൽക്കാൻ കഴിഞ്ഞാലേ അത് കമോഡിറ്റി ആവുന്നുള്ളൂ. അടിമ സമ്പ്രദായത്തിൽ അടിമ തന്നെ അടിമയെ തന്നെ വിൽക്കുകയാണ്, അല്ലാണ്ട് ശേഷി വിൽക്കല്ല. അടിമയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ശേഷിയല്ല അധ്വാനം എന്ന് പറയുന്നത്.
അധ്വാനശേഷി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതിനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം എന്നൊക്കെ വിളിക്കുന്നത്. ലിബറൽ ഐഡിയോളജി വെച്ചിട്ട് ഇതാണ് സ്വാതന്ത്ര്യം. അതായത് അടിമ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ഒരു ഫ്യൂഡൽ സമ്പ്രദായത്തിൽ പോലും അധ്വാനശേഷി കമോഡിഫൈ ചെയ്യപ്പെടുന്നില്ല. ഈ കമോഡിഫൈ ചെയ്യപ്പെടുന്ന അധ്വാനശേഷിയാണ് നമ്മൾ ലിബറൽ ഫ്രീഡം എന്നൊക്കെ പറയുന്നത്. അത് എനിക്ക് എൻ്റെ അധ്വാനശേഷി വളർന്ന് മുറിച്ച് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റാറുണ്ട്, മണിക്കൂർ കണക്കാക്കിയിട്ട്, അല്ലേ? മണിക്കൂർ കണക്കാക്കിയിട്ടാണ് കൊടുക്കുന്നത്. 3 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, 4 മണിക്കൂർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കും. അപ്പം സമയത്തിൽ അളന്ന് മുറിച്ച് എൻ്റെ ശരീരത്തിൻ്റെ ശേഷി ഒക്കെ വിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അധ്വാനശേഷി കമോഡിറ്റിയായി മാറുക, ഉരുപ്പടിയായിട്ട് മാറുക എന്നാണ്. ഓക്കെ, അത് മറ്റൊരു കാലഘട്ടത്തിലോ മറ്റൊരു ഉൽപ്പാദന വ്യവസ്ഥയിലോ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് മാർക്സിൻ്റെ ഒരു നിരീക്ഷണം. ഇപ്പോൾ സെൽഫ്, അതായത് ഇപ്പം ഏതാണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ സെമീന്ദാരി അല്ലെങ്കിൽ ഇപ്പം ജന്മി കുടിയാൻ എടുക്കുക. അടിമയുടെ സ്ഥിതി ഇതാണ്. അടിമ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ അടിമയുടെ വിൽക്കാൻ കഴിയുന്ന ഒന്നല്ല അടിമയുടെ അധ്വാനം എന്ന് പറയുന്നത്. അടിമയ്ക്ക് വിൽക്കാൻ കഴിയുന്ന ഒന്നും സാധനമല്ല. കമോഡിറ്റി ആവാന്ന് പറഞ്ഞാൽ എനിക്ക് വിൽക്കാൻ പറ്റാന്നാണ്. ക്യാപിറ്റലിസത്തിൽ സംഭവിക്കുന്നത് എനിക്ക് എൻ്റെ അധ്വാനശക്തി, ഇപ്പം എനിക്ക് എൻ്റെ മാസ്റ്ററെ എനിക്ക് ചൂസ് ചെയ്യാം. ഞാൻ വരുന്നില്ല പണിക്ക്, ഞാൻ പഠിക്കാൻ പോകുന്നത്. ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വിലപേശി വിൽക്കാം. എൻ്റെ ശരീരത്തെ എനിക്ക് വിലപേശി വിൽക്കാൻ പറ്റും, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാർക്സിന് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഒരു ഓക്സിന്. ഓക്കെ, ഓക്സിൻ്റെ അവസ്ഥയാണെന്നാണ് മാർക്സ് ഉപയോഗിക്കുന്ന ഒരു വാക്ക്. ഞാനത് അതായത് ഒരു ഓക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആളുടെ പ്രോപ്പർട്ടിയാണ്. ഓക്സിൻ്റെ അധ്വാനം പിന്നെ ഉരുപ്പടിയല്ലല്ലോ. ഓക്കെ, അതാണ് ഞാൻ പണ്ട് ഇമാൻസിപ്പേഷൻ എന്നുള്ള വാക്ക് പറഞ്ഞത്. മാൻസിയ എന്നുള്ള വാക്കിൽ നിന്ന് മാൻസിയ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി എന്നാണ് അർത്ഥം. ഓക്കെ, ഒരു പ്രോപ്പർട്ടി, എൻ്റെ ഒരു പ്രോപ്പർട്ടി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതാണ് ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്നത്. ഈ മാൻസിയ എന്ന് പറയുന്നത് അതിന് അവകാശങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഈ ശരീരം ഒരു ഉരുപ്പടി, വേറെ ആൾക്ക് കൈമാറാൻ പറ്റുന്ന ഒരു ഉരുപ്പടിയാണ്. ഈ ഉരുപ്പടി സ്വയം ചില അവകാശങ്ങൾ പ്രഖ്യാപിക്കുന്നതിനെയാണ് ഇമാൻസിപ്പേഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത്. ഇനി നമ്മളിപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള കുടിയായ്മ എന്നൊക്കെ പറയുന്നതിലെടുക്കുക. അവിടെയും ഈ പറഞ്ഞ അധ്വാനശേഷി കമോഡിഫൈ ചെയ്യപ്പെടുന്നില്ല എന്നാണ് മാർക്സിൻ്റെ നിരീക്ഷണം. ഇപ്പോൾ സെമീന്ദാരി സിസ്റ്റം ആണെങ്കിലും, ഇപ്പോൾ ജന്മി സമ്പ്രദായമാണെങ്കിലും, ജന്മി കുടിയാൻ എന്ന് പറയുന്ന സംഗതി. ജന്മി കുടിയാൻ സമ്പ്രദായത്തിൽ എന്താ, ഞങ്ങൾ പാട്ടത്തിന് ഭൂമി എടുക്കുകയാണ്, അല്ലേ? കുറച്ച് പാട്ടത്തിനുള്ള ഭൂമിയാണ്. ഈ പാട്ടത്തിനുള്ള ഭൂമി തൽക്കാലത്തേക്ക് എൻ്റെ സ്വന്തമാണ്. ഓക്കെ, എനിക്ക് ഭൂമിയുണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുന്ന ആദായത്തിൻ്റെ ഒരു വിഹിതം ഞാൻ മാസ്റ്റർക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ലാൻഡ് ലോഡിന് കൊടുക്കുകയാണ്, ജന്മിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റെ അധ്വാനശേഷി അവിടെ ഈ പറഞ്ഞ പോലെ കമോഡിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ അധ്വാനിക്കുന്നതിൻ്റെ ഒരു വിഹിതം കൊടുക്കലാണത്. ഓക്കെ, അപ്പോൾ മാർക്സ് ഉപയോഗിക്കുന്ന ഒരു ഞാൻ നേരത്തെ ഇതിൽ വായിച്ച ഒരു പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുക. The laborer belongs neither to an owner nor to the soil. Okay, but 8, 10, 12, 15 hours of his daily life belong to whomsoever buys them. ഓക്കെ, കുടിയായ്മ സമ്പ്രദായത്തിൽ എനിക്ക് മണ്ണുണ്ട്, ഭൂമിയുണ്ട്. എനിക്ക് തൽക്കാലത്തേക്കെങ്കിലും എനിക്ക് ഭൂമിയുണ്ട്. അടിമ സമ്പ്രദായത്തിൽ ഞാൻ മാസ്റ്ററുടെയാണ്. ഓക്കെ, അല്ലേ? ഞാനൊരു യജമാനൻ്റെയാണ്. തൊഴിലാളിക്ക് യജമാനുമില്ല, മണ്ണുമില്ല. ഓക്കെ, എന്നാണ് മാർക്സിൻ്റെ വാദം. ഞാൻ മണ്ണിൻ്റെ അല്ല, ഭൂമിയുടെ അല്ല, മാസ്റ്ററുടെ അല്ല തൊഴിലാളി. പിന്നെ എന്താണ് അയാൾ? 5 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂർ ആരാണോ വിൽക്കുന്നത് അയാളുടെയാണ്. ആ സമയത്തേക്ക് മാത്രം അയാളുടെ അധ്വാനശേഷി ആരാണോ വാങ്ങുന്നത് ആ സമയത്തേക്ക് മാത്രം അളന്ന് മുറിച്ച് അയാളുടെ മാത്രം. ഓക്കെ, അതാണ് ആ മനോഹരമായ പ്രയോഗം. ലേബറർ ബിലോങ്സ് നീദർ ടു എൻ ഓണർ നോട്ട് ടു ദ സോയിൽ, but 8, 10, 12, 15 hours of his daily life belong to whomsoever buys them. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ മണ്ണിൻ്റെ മക്കളും അല്ല. ഓക്കെ, ഉടമയുടെ സ്വത്തുമല്ല. ഇതാണ് തൊഴിലാളിയുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. പണിയെടുക്കുന്ന സമയം മാത്രം അവരുടെ ജീവിതം ഈ പറഞ്ഞ ഉടമയുടെ സ്വന്തമാണ്.
ആ സമയം മാത്രം, ആ സമയത്തേക്ക് മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് വിൽക്കാൻ കഴിയലാണ് ഈ കമോഡിഫിക്കേഷൻ ഓഫ് ലേബർ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് ക്യാപിറ്റലിസം പറയുന്ന ഒരു കാര്യം. കമോഡിറ്റി ആയി മാറുന്നു. പിന്നെ അടുത്ത ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചൊരു കാര്യം, ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് എന്താ? എനിക്ക് എൻ്റെ ഉടമയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഓക്കെ, എൻ്റെ ഉടമയല്ല, പ്രത്യേക നിശ്ചിത സമയത്തിനുള്ളിൽ എന്നെ ആര് കൊണ്ടു നടക്കണം, എൻ്റെ ശരീരശേഷി ആർക്ക് ഉപയോഗിക്കാൻ കഴിയണം എന്നുള്ളത് എനിക്ക് നിശ്ചയിക്കാൻ കഴിയുന്നു. ഇതിനെയാണ് ലിബറൽ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതാണ് സ്വാതന്ത്ര്യം, ബൂർഷ്വാസിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതാണ് എന്നാണ് മാർക്സിൻ്റെ ഒരു വാദം. അതായത് എന്താണ് അവിടെ നമുക്ക്, ഞാൻ ഒരു ക്യാപിറ്റലിസ്റ്റിൻ്റെ അല്ല. ഓക്കെ, neither this capitalist or nor that capitalist. I belong to the capitalist class. അത്ര ഇതിനർത്ഥമുള്ളൂ എന്നാണ് മാർക്സിൻ്റെ വാദം. ഓക്കെ, ഞാൻ ഒരു മുതലാളിയുടെ അല്ല, വേറൊരു മുതലാളിയുടെ അല്ല, ഞാൻ മുതലാളി എന്ന് പറയുന്ന ക്ലാസിൻ്റെയാണ്. അതെനിക്ക് തിരഞ്ഞെടുക്കാതെ, അത് അവിടെ തിരഞ്ഞെടുപ്പില്ല. കാരണം എനിക്ക് ജീവിക്കണം, അത് ചെയ്തേ പറ്റും. ഓക്കെ, എൻ്റെ അധ്വാനശേഷി എനിക്ക് വിൽക്കാം, ഇന്ന ആൾക്ക് വിൽക്കാം, വേറെ ആൾക്ക് വിൽക്കാം. വിൽക്കാതിരിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത് അതാണ്. അനിവാര്യതയും പിന്നെ ഫ്രീഡവും തമ്മിലുള്ള മാർക്സ് മുമ്പ് ഡിസ്കസ് ചെയ്ത പോയിന്റ് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഓർക്കാവുന്നതാണ്. അതായത് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഉദാഹരണം ഉപയോഗിച്ചാൽ, ഒരു ജയിലിൻ്റെ ഉള്ളിൽ ഏത് മുറി വേണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഏത് ചങ്ങല വേണം എന്ന് എനിക്ക് തീരുമാനിക്കാം. ഓക്കെ, ജയിലിൽ നിന്ന് തടവ് ചാടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, മരണത്തിലേക്ക് മാത്രമേ നിങ്ങൾക്ക് നെസസിറ്റിയിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുന്നത് മരണം മാത്രമാണ്. അവിടെ സ്വാതന്ത്ര്യമാണോ അത്? ഓക്കെ, സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെസസിറ്റിയെ മറികടക്കലാണ് അല്ലേ? നെസസിറ്റിയെ ഒന്ന് മറികടക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം. ഇവിടെ നെസസിറ്റിയിൽ നിന്ന് മറികടക്കുമ്പോൾ നിങ്ങൾ പിന്നെ ജീവിച്ചിരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വാസ്തവത്തിൽ ഒരു ജയിലിൻ്റെ ഉള്ളിൽ മുറി തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ സെല്ല് തിരഞ്ഞെടുക്കാൻ, ചങ്ങല തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രമാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ള അതാണ് ക്യാപിറ്റലിസ്റ്റ് ക്ലാസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇതാണെന്ന്. ഇനി മാർക്സ് ഈ ഒരു കമോഡിറ്റി എന്ന രീതിയിലുള്ള നമ്മുടെ അധ്വാനശേഷിയുടെ വില നിർണ്ണയിക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യമാണ് അടുത്തൊരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഏത് കമോഡിറ്റിയുടെയും വില നിശ്ചയിക്കുന്നത് മത്സരം ആണ് എന്നാണ് മാർക്സിൻ്റെ ഒരു നിരീക്ഷണം. അത് മാർക്സിൻ്റെ മാത്രമല്ല, എക്കണോമിസ്റ്റുകൾ പൊതുവെ പറയുക കോമ്പറ്റീഷനാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുന്നത് അതിൻ്റെ പിന്നിലുള്ള മത്സരത്തിൻ്റെ ബലാബലങ്ങളാണ്, അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ബലതന്ത്രങ്ങളാണ് ഒരു പ്രോപ്പർട്ടിയുടെ, ഒരു വസ്തുവിൻ്റെ, ഒരു മേശയുടെ, കസേരയുടെയും മാർക്കറ്റിലെ വില നിശ്ചയിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ കമോഡിറ്റിയുടെയും, ഈ അധ്വാനശേഷി എന്ന് പറയുന്ന കമോഡിറ്റിയുടെയും വില, കൂലി ഒക്കെ നിർണ്ണയിക്കപ്പെടുന്നതും ഇതേ മത്സരത്തിൻ്റെ ഒരു ബലതന്ത്രങ്ങൾക്കുള്ളിലാണ്. ഈ മത്സരങ്ങൾ എങ്ങനെയാണ്? മത്സരങ്ങളെപ്പറ്റി മാർക്സ് പറയുന്നത് 3 ലെവലിലുള്ള മത്സരങ്ങൾ നടക്കുന്നത്. ഒന്ന്, വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള മത്സരം. വസ്തു, എൻ്റെ അധ്വാനശേഷി വിൽക്കുന്ന ഞാനും അത് വാങ്ങുന്ന ആളും, വാങ്ങുന്നവരുടെ ക്ലാസ്സും വിൽക്കുന്നവരുടെ ക്ലാസ്സും തമ്മിലുള്ള മത്സരം. മറ്റൊന്ന്, വാങ്ങുന്നവർക്ക് ഉള്ളിലുള്ള മത്സരം. ഓക്കെ, മറ്റൊന്ന് വിൽക്കുന്നവരുടെ ഉള്ളിലുള്ള മത്സരം. 3 ലെവലിലാണ് ഈ മത്സരം. മത്സരാധിഷ്ഠിതമായ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് ഈ വാല്യൂ എന്ന് പറയുന്നത് നിൽക്കുന്നത്, ഇതിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്. എന്താണ് ഈ വിൽക്കുന്നവർ തമ്മിലുള്ള മത്സരം എന്ന് പറഞ്ഞാൽ? വിൽക്കുന്നവർ തമ്മിലുള്ള മത്സരം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എടുക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ പിന്നെ ലേബർ പവർ ലഭ്യമാണെന്നിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് 10 പേരെയാണ്, 100 പേരുണ്ട് ഒരേപോലെ അധ്വാനശേഷി വിൽക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ആളുകൾ മാർക്കറ്റിലുണ്ടെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വില കുറയും അല്ലേ? ഇതിൻ്റെ വില കുറയും, അധ്വാനശേഷിയുടെ വില കുറയും, കൂലി കുറയും. തിരിച്ചാണ് ധരിക്കുക, ആവശ്യത്തിനനുസരിച്ച് സപ്ലൈ ഇല്ല എന്നിരിക്കുക.
ഓക്കെ, ആവശ്യം കൂടുതലാണ്. നിങ്ങൾക്ക് 100 തൊഴിലാളികളെ ആവശ്യമുണ്ട്, പക്ഷേ 50 തൊഴിലാളികൾ ഉള്ളതായിരിക്കാം. മത്സരം ഭയങ്കരമായിരിക്കും. ഇവർ തമ്മിലുള്ള മത്സരം, ബയേഴ്സ് തമ്മിലുള്ള, വാങ്ങുന്നവർ തമ്മിലുള്ള മത്സരം വർദ്ധിക്കും, സ്വാഭാവികമായിട്ടും അത് വർദ്ധിക്കും. അപ്പോൾ കൂലി കൂടുന്നു. പിന്നെ വിൽക്കുന്നവർ തമ്മിലുള്ള മത്സരമുണ്ട്. ഇതേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഒരുപാട് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മത്സരിക്കാൻ വലിയ ഇതില്ല, മത്സരിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരുപാട് പേരുണ്ട്, ആവശ്യം പിന്നെ കുറച്ചേ അല്ല സോറി ആവശ്യം ഒരുപാടുണ്ട്, നിങ്ങൾ കുറച്ചേ ഉള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. തിരിച്ചാണെങ്കിൽ ഇതേപോലെ തന്നെ ഓക്കെ, ഒരുപാട് പേരുണ്ട്, മാർക്കറ്റ് ഡിമാൻഡ് കൂടുതലുണ്ട്, സപ്ലൈ കുറവാണ്, അല്ലെങ്കിൽ ഡിമാൻഡ് കുറവാണ്, സപ്ലൈ കൂടുതലാണ്. ഈ മെക്കാനിസത്തിൻ്റെ ഉള്ളിലാണ്, ഈ ബലാബലത്തിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ വില നിശ്ചയിക്കപ്പെടുന്നത്. ഇവിടെയാണ് മാർക്സ് പറയുന്നത് ആർമിയുടെ ഒരു മെറ്റഫർ ഉപയോഗിക്കുന്നത്, ഒരു മിലിറ്ററി അനാലജി ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രി 2 ആർമി ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ബയേഴ്സിൻ്റെ ആർമി, ഒന്ന് സെല്ലേഴ്സിൻ്റെ ആർമി. ഓക്കെ, വാങ്ങുന്നവരുടെ ഒരു സൈന്യവും വിൽക്കുന്നവരുടെ സൈന്യവും. ഓക്കെ, ഇവർ തമ്മിലുള്ളൊരു യുദ്ധമാണ്. അപ്പോൾ വാങ്ങുന്നവരുടെ രണ്ടിൻ്റെ ഉള്ളിലും ഇൻഫൈറ്റ് ഉണ്ട്, ഉള്ളിൽ തന്നെ മത്സരമുണ്ട്. അതിൻ്റെ ഒരു ട്രൂപ്പും മറ്റൊരു ട്രൂപ്പും തമ്മിൽ മത്സരമുണ്ട്. ഓക്കെ, മാർക്സ് പറയുന്നത് എങ്ങനെയാണ്, ഏറ്റവും ഇൻഫൈറ്റ്, അതിനുള്ളിലുള്ള ഫൈറ്റിംഗ് കുറവുള്ള ട്രൂപ്പ് അവസാനം ജയിക്കും. ഇതാണ് ഈ മത്സരത്തിൽ സംഭവിക്കുന്നൊരു കാര്യം അല്ലേ. സപ്ലൈ കൂടുതലുണ്ട്, ഡിമാൻഡ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഫൈറ്റ് കുറയും. അപ്പോൾ ഏറ്റവും കുറവ് ആന്തരിക യുദ്ധം ഒക്കെ, അതിൻ്റെ ഉള്ളിലുള്ള യുദ്ധം കുറവുള്ള ട്രൂപ്പ് അവസാനം വിജയിക്കും. അപ്പോൾ ഈ മത്സരമാണ് ഇതിൻ്റെ മുഴുവൻ. ഇതേ ലോജിക്ക് തന്നെയാണ് ഓക്കെ. അതായത് ഒരു വസ്തുവിനെ വില നിർണ്ണയിക്കുന്നതിൽ മത്സരം എന്ത് പങ്കാണ് വഹിക്കുന്നത്, അതേ പങ്ക് തന്നെയാണ് ഒരു ജോബ് മാർക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. എൻ്റെ ശരീരം ഞാൻ വിൽക്കാൻ വേണ്ടി, വാങ്ങാൻ വേണ്ടിയും ആളുകൾ അതിൻ്റെ വില കൂലി നിശ്ചയിക്കുന്നതിൽ നടക്കുന്ന ഇതിനെ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണെന്നാണ് മാർക്സിൻ്റെ ഒരു വിശകലനം. അപ്പോൾ ചരക്കുകളുടെ അല്ലെങ്കിൽ കമോഡിറ്റീസിൻ്റെ വിലയെ നിർണ്ണയിക്കുന്ന പൊതുവായ ജനറലായിട്ടുള്ള തത്വങ്ങൾ തന്നെയാണ്, ജനറൽ ലോസ് തന്നെയാണ് പണിക്കൂലിയെ അല്ലെങ്കിൽ അധ്വാനശേഷിയുടെ മൂല്യത്തെ നിർണ്ണയിക്കുന്നത്, കൂലിയെ നിർണ്ണയിക്കുന്നത് എന്നാണ് മാർക്സിൻ്റെ ഒരു കണ്ടെത്തൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ മേശയുടെ വില എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ ഉൽപ്പാദന ചെലവാണ്. മേശ ഉണ്ടാക്കുന്നതിന് വന്നിട്ടുള്ള ചെലവ് എന്ത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ വില. അതിലുള്ള അധ്വാനം, എത്ര അധ്വാനം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ. അധ്വാനശേഷിയുടെ ഉൽപ്പാദന ചെലവ് എന്താ? ഇതിൻ്റെ ഉൽപ്പാദന ചെലവ് നമുക്ക് കണക്കാക്കാൻ പറ്റും. അധ്വാനശേഷിയുടെ ഉൽപ്പാദന ചെലവ് എങ്ങനെ കണക്കാക്കുക? ഓക്കെ, ഒരു ശേഷിയുടെ ഉൽപ്പാദന ചെലവ് എങ്ങനെ കണക്കാക്കുക? ഇതാണ് മാർക്സ് പിന്നെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം. മാർക്സ് അവിടെ ഒരു പ്രയോഗം, നമ്മളെ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോഗം എന്ന് പറയുന്നത് സാമൂഹ്യമായി ആവശ്യമായി വരുന്ന സമയം എന്നാണ്. സോഷ്യലി നെസസറി ലേബർ എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. അത് ദസ് ക്യാപിറ്റലിലൊക്കെ അതാണ് പിന്നെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിലും പക്ഷേ അത് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഒരു മൂല്യത്തെ നിർണ്ണയിക്കുന്നത് ഒരു തൊഴിലാളി എത്ര സമയം പണിയെടുത്തു എന്നുള്ളതല്ല. ഓക്കെ, ആ വസ്തു ഉണ്ടാക്കുന്നതിന് ഒരു തൊഴിലാളി എത്ര സമയം പണിയെടുത്തു എന്നുള്ളതല്ല, നേരെ മറിച്ച് സോഷ്യലി നെസസറി ലേബറാണ്. അതായത് ആവറേജ് ആയിട്ടുള്ള ടൈം വെച്ചിട്ടാണ് അതിനെ കണക്കാക്കുക. അത് കണക്കാക്കുന്നതിൻ്റെ രീതിയൊക്കെ മാർക്സ് വിശദമായിട്ടായിരിക്കും പറഞ്ഞു, ഞാനായിരിക്കും പോകുന്നില്ല. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ശരാശരി അധ്വാനം എത്ര ചിലവാകുന്നുണ്ട്, എത്ര അധ്വാനശേഷി, നിലവിലുള്ള സാങ്കേതികവിദ്യയും ഉപകരണങ്ങളുടെ പ്രവർത്തനക്ഷമതയും ഒക്കെ വെച്ചുകൊണ്ട് ശരാശരി അധ്വാന സമയം എത്രയാണ് എന്ന് നോക്കിയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. നമ്മൾ മൂല്യം കണക്കാക്കും. അപ്പോൾ ശരീരത്തിൻ്റെ വിപണി മൂല്യത്തെ എങ്ങനെ നിർണ്ണയിക്കുക? ഓക്കെ, ശരീരത്തിൻ്റെ വിപണി മൂല്യം, ഞാൻ ശരീരം എന്നുള്ള ഉപയോഗിക്കുന്നത് ഇവിടെ ശരീരത്തിൻ്റെ ശേഷി എന്നുള്ള അർത്ഥത്തിലാണ് ഞാനത്. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിലാണ് ശേഷി നിൽക്കുന്നത്. ഓക്കെ, അതിൻ്റെ ലോക്കസ് നിങ്ങളുടെ ബോഡിയാണ്, ഫ്ലഷ് ആൻഡ് ബ്ലഡാണ്. അപ്പോൾ ഈ മനുഷ്യരുടെ ശരീരത്തിൻ്റെ വിപണി മൂല്യം എന്ന് പറയുന്നത് അതിൻ്റെ ശേഷികളുടെ വിപണി മൂല്യത്തെ എങ്ങനെയാണ് നിർണ്ണയിക്കുക? ഓക്കെ, മാർക്സ് അവിടെ പറയുന്നത് അതിനെ ശേഷി ഉറ്റ ശരീരമാക്കി നിർത്താൻ വേണ്ടി നടത്തുന്ന പണികളാണ്. പരിശീലനം, ട്രെയിനിങ്,
അപ്രൻറ്റിസ്ഷിപ്പ്, ഓക്കെ, എഡ്യൂക്കേഷൻ. അവിടെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. സ്കിൽഡ് ലേബർ ഉണ്ടാവുക എന്നുള്ളതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതൊരു ശേഷിയുള്ള ശരീരമായിട്ട് നിങ്ങളുടെ ശരീരത്തെ നിർത്താൻ പറ്റണം. ഓക്കെ, അതാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്, ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത്. ഈ മേശയ്ക്കുള്ള ഉൽപ്പാദന ചെലവ് പോലെ എൻ്റെ ശരീരത്തെ ഒരു ശേഷിയുള്ള വല്ല മൂല്യവത്തായിട്ടുള്ള ഒന്നായിട്ട് എൻ്റെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ചിലവാക്കപ്പെടുന്ന സമയം, സാമൂഹ്യമായി ചിലവാക്കപ്പെടുന്നത്, സോഷ്യലി നെസസറി ടൈം, ഓക്കെ, ഫോർ ട്രെയിനിങ് ദിസ് ബോഡി, എഡ്യൂക്കേറ്റിംഗ് ദിസ് ബോഡി, ഷേപ്പിംഗ് ദിസ് ബോഡി. ഓക്കെ, ഇതിനെയാണ് മാർക്സ് ഇതിൻ്റെ ഉൽപ്പാദന ചെലവ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ അധ്വാനശേഷിയുടെ ഉൽപ്പാദന ചെലവ് എന്ന്. അപ്പോൾ എഡ്യൂക്കേഷൻ അന്ന് അത്ര പ്രധാനമായിരിക്കില്ല. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായിരിക്കും, ഒരു സ്കിൽഡ് ലേബറിനെ സംബന്ധിച്ചോളം. ഇപ്പോൾ അതിൽ മാറ്റങ്ങളും ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ പണ്ടത്തെ പോലെ ആയിരിക്കില്ല അത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തീരുമാനിക്കുക. പണ്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നീണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ എഡ്യൂക്കേഷൻ വളരെ, ഇപ്പോൾ ഈ മെഷീനൊക്കെ വരുന്നു, AI ഒക്കെ വരുന്നതോട് കൂടിയിട്ട് വളരെ കുറച്ച് കാലം കൊണ്ട് ചിലപ്പോൾ ഒരു ശരീരത്തിൻ്റെ വിപണി മൂല്യം നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന സാധനമായിരിക്കും. ഇത്രയും സോഷ്യലി നെസസറി ലേബർ എന്ന് പറയുന്നതിൻ്റെ ആ ടൈം സ്പാൻ ഉണ്ടല്ലോ, അതൊക്കെ മാറിയിട്ടുണ്ടാവും ഇപ്പോൾ. പക്ഷേ അതാണ് അതിൽ പ്രധാനപ്പെട്ടൊരു ഘടകം. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ സോഷ്യലി നെസസറി ലേബർ ടൈം, ഓക്കെ, സമയം, കൂടുതൽ സമയം കൊണ്ട് ശേഷി ഉണ്ടാക്കുന്ന ഒരു ബോഡി, ഓക്കെ, ശേഷിയുറ്റ അതായി മാറുന്ന ഒരു ബോഡി, അതിന് മൂല്യം കൂടുതലായിരിക്കും. ഓക്കെ, പ്രത്യേകിച്ച് പരിശീലനമൊന്നും ഇല്ലാതെ തന്നെ നൈസർഗികം എന്നൊക്കെ വിളിക്കുന്ന സ്വാഭാവികമായ ശേഷി മാത്രം വേണ്ട ഒരു തൊഴിലിന് നിങ്ങളുടെ ബോഡിയുടെ വില കുറവായിരിക്കും. അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബർ, ഇപ്പോൾ അടിച്ചു വരാൻ നിങ്ങൾക്ക് ഒരാളെ കിട്ടും, പ്രത്യേകിച്ച് ട്രെയിനിങ് വേണ്ട, എഡ്യൂക്കേഷൻ വേണ്ട, ട്രെയിനിങ് വേണ്ട. അപ്പം സ്വാഭാവികമായിട്ട് അതിന് മൂല്യം കുറയുന്നു, കൂലി കുറയുന്നു. ഈ ഉൽപ്പാദന ചെലവ് കൂടുന്തോറും, ഓക്കെ, ഇതിൻ്റെ അധ്വാനശേഷിയെ നിങ്ങൾ പരിശീലിപ്പിക്കാനും ഒക്കെയുള്ള ചെലവ് കൂടുന്തോറും അതിൻ്റെ മൂല്യം കുറയും. ഇതാണ് മാർക്സ് പറയുന്ന ഒരു കാര്യം. സ്വാഭാവികമായിട്ട് അവിടെ ഒരുപാട് പ്രതിസന്ധികളിലേക്ക് ഈ വ്യവസ്ഥ പോകുന്നതാണ് മാർക്സിൻ്റെ വാദം. കാരണം അപ്പോൾ അവിടെ വീണ്ടും ഒരു ക്ലാസ് ഉണ്ടാവുകയാണ്, സ്കിൽഡ് ലേബറും അൺസ്കിൽഡ് ലേബറും. കൂലിയിൽ അവിടെ തമ്മിൽ വലിയ അന്തരം ഉണ്ടാവുന്നു. ഓക്കെ, വിൽക്കുന്നവരുടെ ഉള്ളിൽ വലിയ മത്സരം കനക്കുന്നു. ഇങ്ങനെ മത്സരമില്ലാത്ത ഒരു തലം പോലും ക്യാപിറ്റലിൽ ഉണ്ടാവില്ല എന്നാണ്. അതാണ് അതിൻ്റെ ഒരു സ്വഭാവം. മത്സരത്തിലൂടെ മാത്രമേ അതിന് നിൽക്കാൻ പറ്റൂ. അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്, മാർക്സ് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു യന്ത്രത്തെ നിങ്ങൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് ഒരു ഫാക്ടറി ഒരു ശരീരത്തെ ഉപയോഗിക്കുന്നത്. ഒരു യന്ത്രം, ഒരു മെഷീൻ, മെഷീനറി എന്ന് അന്നത്തെ അർത്ഥത്തിലുള്ള മെഷീൻ. ഇപ്പോൾ ഒരു കോട്ടൺ സ്പിന്നിങ് മില്ലായിരിക്കാം. എന്നപ്പോൾ ഞാനൊരു യന്ത്രം വാങ്ങുന്നു. ഇപ്പോൾ മാർക്സ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഷില്ലിങ്ങിലാണ് അവിടെ പൈസ പറയുന്നത്, നമുക്ക് രൂപയിൽ പറയാം. ഇപ്പോൾ 1000 രൂപയ്ക്ക് ഞാനൊരു യന്ത്രം വാങ്ങുന്നു. ആ യന്ത്രം കൊണ്ട് ഞാൻ 10 വർഷം ഉൽപ്പാദനം നടത്തുന്നു. 10 വർഷം കഴിഞ്ഞാൽ എനിക്കത് മാറ്റണം, ഈ മെഷീൻ മാറ്റി വേറൊന്ന് വാങ്ങേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മുടക്ക് മുതൽ എന്താണ്, ഈ യന്ത്രം വാങ്ങാനുള്ള പൈസ. ഓക്കെ, 1000 രൂപ എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ ഈ 10 വർഷം ഇത് കേടുപാടുകൾ കൂടാതെ പ്രവർത്തിക്കണം. ഓക്കെ, അതിനുള്ള മെയിൻ്റനൻസ് എന്നൊക്കെ പറയുന്ന കോസ്റ്റ്. മാത്രമല്ല 10 വർഷം കഴിഞ്ഞ് ഇത് വിൽക്കണം. ഇത് വിൽക്കുമ്പോൾ പുതിയ യന്ത്രം വാങ്ങണം. അപ്പോൾ അതിന് വരുന്ന അധിക ചിലവ് കൂടിയിട്ട് ഈ 10 വർഷം കൊണ്ട് ഈ യന്ത്രത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കണം, അല്ലേ? ഈ മെഷീനിൽ നിന്ന്, മെഷീൻ്റെ കേടുപാട് കൂടാതെ ഈ മെഷീൻ ഇങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ 10 വർഷം കഴിഞ്ഞിട്ട് ഈ മെഷീൻ വിറ്റിട്ട് വേറൊരു മെഷീൻ വാങ്ങുമ്പോൾ വരുന്ന ചിലവ് ഇതിനെ ഊറ്റിയിട്ട് വേണം. പരമാവധി മെഷീനിൽ എനിക്ക് ഊറ്റിയെടുക്കാൻ പറ്റണം. ഇതേപോലെയാണ് ഒരു ശരീരത്തോട് ഒരു ഫാക്ടറി പെരുമാറുന്നത്, ഒരു ക്യാപിറ്റലിസ്റ്റ് പെരുമാറുന്നത്. പരമാവധി ഒന്ന് ഊറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ശേഷികളെ പരമാവധി ഊറ്റിയെടുക്കുക, നിശ്ചിത സമയത്തിനുള്ളിൽ. ഓക്കെ, പരമാവധി അത് ഊറ്റിയെടുക്കുക. അത് കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിച്ച് വേറെ പണിക്കാരെ കിട്ടണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കൂലി കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ നഷ്ടം നികത്തുന്ന അത്രയും ഈ ശരീരത്തെ കേടുപാട് കൂടാതെ കൊണ്ടാടക്കണം ഞാൻ. അതിന് കൊടുക്കുന്ന പൈസ കൂലി, ഇത്ര കൂലിക്ക് അർത്ഥമുള്ളൂ എന്നാണ് അത്. നിങ്ങളുടെ ശരീരത്തിന് കേടുപാട് കൂടാതെ കൊണ്ടുനടക്കേണ്ട എൻ്റെ ബാധ്യതയാണ്. കാരണം അതൊന്നും എനിക്ക് തൊക്കെ ഉണ്ടാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കൊടുക്കുന്ന പൈസ, അതിൻ്റെ ടയർ ആൻഡ് വെയർ, അതിൻ്റെ കേടുപാടുകൾ തീർക്കാതെ, കേടുപാടുകളില്ലാതെ അതിനെ കൊണ്ട് നടക്കുന്നതിന് ഞാനൊരു നിശ്ചിത സമയത്തിൽ ചിലവാക്കുന്ന, ഒരു മെഷീനിന് ചിലവാക്കുന്ന പൈസയാണ്.
ഒരു യന്ത്രം എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്, അതേപോലെയാണ് ഒരു ശരീരം ഇതിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് മാർക്സിൻ്റെ വാദം. ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക് മാർക്സ് വന്ന്, എന്താണ് ഈ മൂലധനം എന്ന് പറയുന്നത്? ഇതുപോലെ കൂലി വിലാദിനെ പറ്റിയാണെന്ന് പറഞ്ഞു. എന്താണ് ഇനി മൂലധനം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും മൂലധനത്തെക്കുറിച്ചുള്ള സൂക്ഷ്മവും വിശദവുമായ ചർച്ചകളൊക്കെ മാർക്സ് നടത്തുന്നത് ദസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന കൃതിയിലാണ്. പക്ഷേ ഇതിലാണ് ആശയം ആദ്യമായിട്ട് മാർക്സ് ഉന്നയിക്കുന്നത്. അതിൻ്റെ മുഴുവൻ ഇതിലേക്ക് പോകുന്നില്ല. ഒറ്റ കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതാണ് നമ്മൾ അതിൽ എഴുതിയിട്ടുള്ളത്. എ കോട്ടൺ എ നീഗ്രോ ഈസ് എ നീഗ്രോ ആൻഡ് ഓൺലി അണ്ടർ സെർട്ടൻ കണ്ടീഷൻസ് ദാറ്റ് ഹി ബിക്കം എ സ്ലേവ്. നീഗ്രോ എന്നുള്ള വാക്ക് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ല, അത് പൊളിറ്റിക്കലി കറക്റ്റ് അല്ല. പക്ഷേ മാർക്സ് ഉപയോഗിക്കുന്ന നീഗ്രോ തന്നെയാണ്. കോട്ടൺ സ്പിന്നിങ് ജെന്നി ഈസ് എ മെഷീൻ, ഈസ് ഓൺലി എ മെഷീൻ. ഇറ്റ് ബിക്കംസ് എ ക്യാപിറ്റൽ ഓൺലി അണ്ടർ സെർട്ടൻ കണ്ടീഷൻസ് എന്നാണ് മാർക്സിൻ്റെ വാദം. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല. ക്യാപിറ്റൽ നമ്മൾ സാധാരണ പറയാൻ എന്താ, ഒരു വ്യവസായം തുടങ്ങാനുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ആണ്, ഉപകരണങ്ങളാണ്, അല്ലേ, ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയാം. മാർക്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു, ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് അല്ല. എന്താണത് പിന്നെ? ഇപ്പം ഞാനൊരു സാധാരണ പറയാവുന്ന ഒരു അനാലജി, ഒരു ചെസ് ഗെയിമിൻ്റെ അനാലജി എടുക്കാം. മാർക്സിൻ്റെ അല്ലേ, ഞാനത് പറയാം എളുപ്പത്തിന് വേണ്ടി പറയുന്ന. ഒരു ചെസ് ഗെയിമിൽ ഒരു മരത്തിൻ്റെ കഷ്ണം, നിങ്ങൾ ആ ഗെയിമിൻ്റെ ഉള്ളിൽ രാജാവാണ്, അല്ലേ? ഒരു മരത്തിൻ്റെ കഷ്ണമാണ്, വെറും ഒരു ശരിപ്പുള്ള ഒരു സാധനത്തിനെയാണ് നിങ്ങൾ അതിന് കിങ് എന്ന് വിളിക്കുന്നത്. ആ ഗെയിമിന് പുറത്ത് അത് വെറുത്ത് മരത്തിൻ്റെ ഒരു കഷ്ണം മാത്രമാണ്. നമുക്ക് ഇതേപോലൊരു സാധനമാണ്, അല്ലേ, ഇതേപോലെ സാധനമാണ്, ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം. ആ റിലേഷൻസിൻ്റെ ഉള്ളിൽ, ആ നിയമങ്ങളുടെ ഉള്ളിൽ, ആ കണ്ടീഷൻസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വെറുത്ത് മരത്തിൻ്റെ കഷ്ണമല്ല, അതിന് ചില പവറുണ്ട്, അതിനിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും, അതിന് മൂവ്മെൻ്റ് ഉണ്ട്, നിയമമുണ്ട്. ഓക്കെ, ഇതേപോലെ എടുക്കുക, ഈ ഒരു അനാലജി വെച്ചെടുക്കുക. ഒരു മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു വെറും മെഷീനാണ്. ഓക്കെ, അത് ക്യാപിറ്റലാവുന്ന ഒരു റിലേഷൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അതിന് പവർ ഉണ്ടാവുകയാണ്. ഓക്കെ, ഒരു പ്രത്യേക തരത്തിലുള്ള പവർ ഉണ്ടാവുക. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ പവറാണെന്നാണ് മാർക്സിൻ്റെ വാദം. ആ പവർ എന്ന് പറഞ്ഞാൽ വസ്തുവിൽ അടങ്ങിയിട്ടുള്ളൊരു പവറല്ല. ഈ മരത്തിൻ്റെ കഷ്ണത്തിൽ രാജാവൊന്നുമില്ല, അല്ലേ? ആ മരത്തിൻ്റെ കഷ്ണം വെറും മരത്തിൻ്റെ കഷ്ണമാണ്. അതിന് റോയൽ ആയിട്ടുള്ള ഒരു പവർ അതിൻ്റെ ഉള്ളിലില്ല. എപ്പോഴാണ് റോയൽ ആയിട്ടുള്ള പവർ ഉണ്ടാവുന്നത്? ഈ കണ്ടീഷൻസിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ്. ഓക്കെ, അതാണ് ആ നീഗ്രോ എന്ന് പറയുന്നത് ഒരാളാണ്. അത് സ്ലേവ് ആവുന്നത് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണെന്ന് പറയുന്നത്. അതുപോലെ കോട്ടൺ സ്പിന്നിങ് ജെന്നി എന്ന് പറയുന്നത് മുതലാളിത്തത്തിന് മുമ്പുണ്ട്, ഫ്യൂഡൽ ഘട്ടത്തിലുണ്ടാവാം. പക്ഷെ അതവിടെ ക്യാപിറ്റലാവുന്നില്ല. ക്യാപിറ്റലാവുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഉൽപ്പാദന ബന്ധങ്ങളുടെ അകത്തേക്ക് കടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പവറാണ്. എന്താണ് ആ പവർ? ആ പവർ എന്ന് പറയുന്നത് വസ്തുവിൻ്റെ നിലവിലുള്ള മൂല്യത്തെ നിലനിർത്തുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യാനുള്ള ശക്തിയാണത്. ഓക്കെ, ഇപ്പം ഒരു വ്യവസായം തുടങ്ങുമ്പോൾ ഞാൻ കുറേ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്, അതിന് മൂല്യമുണ്ട്. ഈ വസ്തുക്കളൊക്കെ മൂല്യമുള്ള വസ്തുക്കളാണ്, അതൊക്കെ ചരക്കുകളാണ്, അല്ലേ? ഒരു മെഷീൻ, കോട്ടൺ സ്പിന്നിങ് ജെന്നി ഈസ് എ കമോഡിറ്റി, അല്ലേ? പ്രൈമർലി ഇറ്റ്സ് എ കമോഡിറ്റി. അതിന് എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ട്, വിപണന മൂല്യമുള്ള ഒന്നാണ്, വിനിമയ മൂല്യമുള്ള ഒന്നാണ് ആ കോട്ടൺ സ്പിന്നിങ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കമോഡിറ്റി ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൽ അധ്വാനമുണ്ട്. ഓക്കെ, അതിൻ്റെ പിന്നിൽ അധ്വാനമുണ്ട്, അധ്വാന ശേഷിയുണ്ട്, ഓക്കെ, ഒക്കെ ഉണ്ട്. ഈ കോട്ടൺ സ്പിന്നിങ് മെഷീൻ ഒരു പ്രത്യേക ഉൽപ്പാദന ബന്ധങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ അത് ക്യാപിറ്റലായി മാറുന്നു എന്ന് പറയുന്നത് എന്താ? ആ വസ്തുവിൻ്റെ വില, ഓക്കെ, അതിൻ്റെ വിലയുണ്ടല്ലോ, അതിൻ്റെ മൂല്യമുണ്ട്. ആ മൂല്യത്തിനേക്കാൾ കൂടുതൽ മൂല്യം, ഓക്കെ, ആ വസ്തുവിന് ഉണ്ടാക്കാൻ കഴിയണം, അല്ലേ? അതിന് നിലവിലുള്ള 100 രൂപയ്ക്കാണ് ഞാനൊരു വസ്തു വാങ്ങിയെങ്കിൽ ആ വസ്തു ഉപയോഗിച്ച് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 101 രൂപയെങ്കിലും കിട്ടിയില്ലെങ്കിൽ അത് ഓക്കെ ഓക്കെ ആ മൂലധനമാവുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ശക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ നിലവിലുള്ള മൂല്യത്തെ മറികടക്കുന്ന
വർദ്ധിപ്പിക്കുന്ന, മൾട്ടിപ്ലൈ ചെയ്യുന്ന മൂല്യം ഉണ്ടാക്കാനുള്ള ശക്തി സംഭരിക്കുമ്പോൾ മാത്രമാണ് ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു വസ്തു മൂലധനമായി മാറുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞ ആ വ്യവസ്ഥയുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് അത് മൂലധനം. പണ്ട് മനുഷ്യർ ചിലപ്പം ഇതേപോലുള്ള മെഷീൻസ് ഉപയോഗിച്ചിട്ടുണ്ട്, അത് മൂലധനമാവില്ല. ഓക്കെ, മൂലധനമാവുക എന്ന് പറയുന്നത് ഈ ഒരു പവർ കൈവരുക എന്നുള്ളതാണ്. സോഷ്യലായിട്ടൊരു പവറാണ്, സാമൂഹ്യ ഒരു ബന്ധങ്ങളുടെ അകത്തുള്ളൊരു പവറാണ്. അപ്പം മൂലധനത്തെ കാണുന്നത് സാമൂഹ്യമായിട്ടുള്ളൊരു പവറായിട്ടാണ് കാണേണ്ടതെന്നാണ് മാർക്സിൻ്റെ ഒരു വാദം. ആ ശക്തി സംഭരിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ ഒരു പ്രത്യേക ഉൽപ്പാദന വ്യവസ്ഥയുടെ ഉള്ളിൽ മാത്രമേ പറ്റൂ. എന്ത് വേണം? മാർക്സിൻ്റെ വാദം എന്ന് പറഞ്ഞാൽ അത് ജീവിക്കുന്ന അധ്വാനത്തിൻ്റെ ചോര കുടിക്കാൻ പറ്റണം അതിന്. അതാണ് മാർക്സിൻ്റെ വാദം. അതായത് മറ്റത് മൃതമായ അധ്വാനമാണ്, ഡെഡ് ലേബറാണ്. അധ്വാനം എന്ന് പറയുന്നത്, മൂലധനം എന്ന് പറഞ്ഞാൽ ഡെഡ് ലേബറാണ്. ഡെഡ് ലേബർ എന്ന് പറയുന്നത് എന്താ? മുമ്പ് ആരോ പണിയെടുത്ത ആളുടെ അതിൻ്റെ പ്രൊഡക്റ്റാണത്, ജീവിക്കുന്നില്ല അത്. അതിന് ഈ മൂല്യവർധന ഉണ്ടാക്കാൻ കഴിയണമെങ്കിൽ, ഓക്കെ, ജീവിക്കുന്ന അധ്വാനത്തെ, അതായത് ആരെങ്കിലും അത് വെച്ച് പണിയെടുക്കുകയും അയാൾ ഇതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുകയും വേണം. ഓക്കെ, അതിനെയാണ് ജീവിക്കുന്ന അധ്വാനം എന്ന് പറയുന്നത്. അപ്പോൾ കൂലിപ്പണി എന്ന് പറയുന്നത് ഈ ജീവിക്കുന്ന അധ്വാനമാണ്. ഓക്കെ, ലിവിങ് ലേബറാണ്. അപ്പോൾ ഈ ലിവിങ് ലേബറിൻ്റെ ചോര കുടിച്ച് ജീവിക്കുന്ന മൃതമായ അധ്വാനമാണ് പിന്നെ ക്യാപിറ്റൽ. അതാണ് മാർക്സ് ഈ പിന്നെ ദസ് ക്യാപിറ്റലിൽ വാമ്പയർ എന്ന് പറയുന്നത്, രക്തരക്ഷസാണിത്. വേണമെങ്കിൽ ഡ്രാക്കുളയുടെ ഇമേജ് ഒക്കെ, ഡ്രാക്കുള മരിച്ചുപോയ ആളാണ്. ഓക്കെ, ഇത് മരിച്ചുപോയി. ഓക്കെ, അത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ രക്തം കുടിക്കുമ്പോൾ മാത്രമാണ് ജീവൻ ഉണ്ടാവുക. ഓക്കെ, അത് അതിന് ശക്തി പ്രാപിക്കാനും അതിന് നിലനിൽക്കാനും കഴിയണമെങ്കിൽ അട്ടയെ പോലെയാണ്. അട്ട ഇങ്ങനെ വീർത്ത് വരില്ലേ? ബ്ലഡ് കുടിക്കുമ്പോൾ അട്ട വീർത്ത്, എപ്പോൾ ബ്ലഡ് കുടിക്കൽ പോകുന്നു അത് കൊഴിഞ്ഞു വീണ് മരിച്ചു. അപ്പോൾ ക്യാപിറ്റലിൽ നിൽക്കുന്നത് എപ്പോഴും ഇങ്ങനെ ഈ അട്ടയെപ്പോലുള്ള സാധനമാണ്. അത് ജീവിക്കുന്ന അധ്വാനത്തിൻ്റെ ബ്ലഡ് സക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഏത് മൊമെൻറ്റിൽ ആ സക്കിങ് നിൽക്കുന്നു ആ സമയത്ത് അതിൻ്റെ ബീയിങ് കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ മരിച്ച അധ്വാനം ജീവിക്കുന്ന അധ്വാനത്തിൻ്റെ മുകളിൽ, ഓക്കെ, അതിനെ ആശ്രയിച്ചുകൊണ്ട് മൂല്യവർധന നടത്തുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് ഒരു വസ്തു ക്യാപിറ്റലായിട്ട് മാറും. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ ലിവിങ് ലേബറിൻ്റെ ബ്ലഡ് സക്ക് ചെയ്തുകൊണ്ട് മാത്രമേ മൃതമായ അധ്വാനത്തിന്, ഡെഡ് ലേബറിന് ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, ശരീരം വിൽക്കാൻ കഴിയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ക്യാപിറ്റലിൽ നിൽക്കാൻ പറ്റുമെന്നാണ്, അല്ലേ? ശരീരം വിൽക്കാൻ, ശരീരത്തിൻ്റെ ശേഷി വിൽക്കാൻ കഴിയുന്ന ആളുകൾ ഉണ്ടായാലേ ഇതിന് നിൽക്കാൻ പറ്റും. വേജ് ലേബർ ഉണ്ടെങ്കിൽ മാത്രമേ ക്യാപിറ്റലിൽ നിൽക്കാൻ പറ്റൂ. ഓക്കെ, മാത്രമല്ല മൂലധനം ഉണ്ടെങ്കിലേ കൂലിത്തൊഴിലാളിയുള്ളൂ. ഓക്കെ, ഇത് തമ്മിലുള്ള ബന്ധം അതാണ്. ഓക്കെ, ക്യാപിറ്റലിൻ്റെ നിലനിൽപ്പിന് വേജ് ലേബർ എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ കണ്ടീഷനാണ്. കാരണം ഈ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നിൽക്കാൻ പറ്റുള്ളൂ. നേരെ തിരിച്ച് തൊഴിലാളിക്ക് നിൽക്കണമെങ്കിൽ മൂലധനം എന്ന് പറയുന്നത് ആവശ്യമാണ്. ഓക്കെ, അവിടെയാണ് മാർക്സ് പറയുന്നത് മൂലധനം വർദ്ധിക്കുന്ന തോതിൽ തൊഴിലാളിയും വർദ്ധിക്കും. ഓക്കെ, മൂലധനം പുരോഗമിക്കുന്ന അതേ അളവിൽ തന്നെ തൊഴിലാളിയുടെ വികാസം ഉണ്ടാവും, തൊഴിലാളി വർഗവും വലുതാവും, ക്ലാസ്സും വലുതാവണം. അപ്പം ഇവിടെ ഒരു പ്രശ്നമാണ്. പിന്നെ മാർക്സ് അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ഈ തൊഴിലാളിയുടെയും മുതലാളിയുടെയും താല്പര്യം ഒന്ന് തന്നെയല്ലേ? ഓക്കെ, ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലേ രണ്ടുപേരുടെയും താല്പര്യം. പിന്നെ എന്തിനാ ഇവർ തമ്മിൽ ഫൈറ്റ്? എന്തിനാ? ഒരു സ്പർദ്ധയുടെ ആവശ്യമില്ലല്ലോ. കാരണം മൂലധനം വികസിപ്പിക്കുക എന്ന്, വർദ്ധിപ്പിക്കുക എന്നുള്ളത്, ഉൽപ്പാദനം കൂട്ടുക എന്ന് പറയുന്നത് തൊഴിലാളിയുടെയും മുതലാളിയുടെയും താല്പര്യമാണ്. രണ്ടുപേരും നിൽക്കുന്നതിൻ്റെ ഈ ലോജിക്കിൻ്റെ മുകളിലാണ് ഇത് രണ്ടുപേരും നിൽക്കുന്നത്. അവിടെ മാർക്സ് പറയുന്ന വളരെ മനോഹരമായ ഒരു ഇമേജാണ് എനിക്ക്. അതിൻ്റെ സൂക്ഷ്മാംശങ്ങളിൽ മാർക്സ് പോകുന്നില്ല. അതിൽ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, പക്ഷേ ഇത് സഹവർത്തിത്വമുണ്ട് ഇതിൽ, പക്ഷേ അതിൽ സംഘർഷമുണ്ട്. സംഘർഷം എങ്ങനെയാണ്? ഇത് പല പ്രതിസന്ധികളിലേക്ക് പോകാമെന്നുണ്ട്, പല ക്രൈസിസ്. മാർക്സ് അതിന് ക്രൈസിസ് എന്നാണ്. പലതരത്തിലുള്ള ക്രൈസിസിലേക്ക് ഇത് പോകും. അപ്പോൾ ഒട്ടും സുഗമമായിരിക്കില്ല ഈ സഹവർത്തിത്വം. അതിൻ്റെ ഉള്ളിൽ വിള്ളലുകളുണ്ട്, ബ്രേക്ക് ഉണ്ടാവുന്നുണ്ട്, സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പ്രതിസന്ധികൾ ഈ മുഴുവൻ പിടിച്ച് കുലുക്കും. ഇങ്ങനെയാണത് പോവുക. എന്നിട്ട് മാർക്സ് പറയുന്ന ഒരു കാര്യമാണ്, അവിടെയാണ് ഈ സ്വർണ്ണച്ചങ്ങല എന്നുള്ള ഇമേജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ബുർഷ്വാസി അതിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ തൊഴിലാളിയെ കൂടെ നിർത്തുന്നത് ചങ്ങല കൊണ്ട് ബന്ധിച്ചല്ല, സ്വർണ്ണച്ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചാണെന്നാണ്. ഓക്കെ, വെറൊരു അടിമത്തല്ല അത്. നിങ്ങൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക മാത്രമല്ല, അതിനെ
കുറച്ച് സുഖകരമായി ഒക്കെ അതിൽ മാർക്സ് ഉപയോഗിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ, മുതലാളിയുടെ താല്പര്യവും തൊഴിലാളിയുടെ താല്പര്യം ഒന്ന് തന്നെയാണ്. പിന്നെ മൂലധനത്തിൻ്റെ വർധനവാണ് അല്ലെങ്കിൽ ഉൽപ്പാദന വർധനവാണ് എങ്കിൽ ദ ക്വിക്കർ ദ വർക്കിംഗ് ക്ലാസ് മൾട്ടിപ്ലൈസ് ആൻഡ് ഓഗ്മെൻറ്റ്സ് ദ പവർ ഇനിമിക്കൽ ടു ഇറ്റ്. ഓക്കെ, അവിടെ എന്താ സംഭവിക്കുന്നത്? തൊഴിലാളി ഈ തൻ്റെ ശക്തി ഓക്കെ അതിൻ്റെ എതിരിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ മറ്റേ ഇതില്ലേ, ഒരു ശാപം കിട്ടുന്നത്, ശാപമല്ല, ഒരു വരം കിട്ടുന്നതില്ലേ, ആരാ? അതെ, യുദ്ധത്തിൽ ശത്രുവിന് അവരുടെ ശക്തി കിട്ടുന്നു എന്ന് പറയുന്ന പോലെ, ശത്രുവിൻ്റെ പകുതി ശക്തി എനിക്ക് കിട്ടുന്നു എന്ന് ബാലിയുടെ ഇതിൽ പറയുന്ന പോലെ. ഓക്കെ, ഈ ഫൈറ്റിൽ എന്താ സംഭവിക്കുന്നത്? തൊഴിലാളി ഫൈറ്റ് ചെയ്യും, അല്ല ഉൽപ്പാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നതോടുകൂടി മൂലധനം വർദ്ധിക്കുന്നതോടുകൂടി ഉൽപ്പാദനം നന്നാവുന്നതോട് കൂടിയിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ശത്രുവിന് എൻ്റെ ശക്തി കിട്ടുകയാണ്, തൊഴിലാളിക്ക് അതിനുള്ള ശക്തി മുതലാളിക്ക് കിട്ടുകയാണ്. ഓക്കെ, എൻ്റെ ശക്തിയാണ് അപ്പുറത്തേക്ക് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അതിലൂടെ ഈ പ്രക്രിയ ഇങ്ങനെ മുന്നോട്ട് പോവുകയും ഇത് വളരെ സ്മൂത്തായിട്ട് ഇങ്ങനെ പോവുകയും ചെയ്യാം. ഓക്കെ, ഈ എൻ്റെ ശക്തി ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ എനിക്ക് തിരിച്ചു കിട്ടുന്നത് എന്താ? കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിൽ കഷ്ടപ്പെടാം എന്നുള്ള അവസ്ഥയാണ്. ഓക്കെ, കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിൽ എനിക്ക് ദുരിതം അനുഭവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. മാർക്സിൻ്റെ വാദം ഇതാണ്. The more favorable will be the conditions under which it will be permitted to toil anew. Okay, toil anew. At the multiplication of bourgeoisie's wealth, at the enlargement of the power of capital, content thus to forge for itself the golden chain by which the bourgeoisie drags it in its train. ആ പ്രയോഗം വളരെ രസമാണ്. ഒരു തീവണ്ടിയുടെ ഇമേജാണ് അവിടെ മാർക്സ് കൊടുക്കുന്നത്. ഒരു തീവണ്ടി ഇങ്ങനെ കുതിക്കുകയാണ്. മുതലാളിത്തത്തിനെ ഒരു തീവണ്ടിയായിട്ട് സങ്കല്പിക്കുകയാണ് ക്യാപിറ്റലിനെ. അതിങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇപ്പോൾ തൊഴിലാളി അതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ബോഗികൾ പോലെ അതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചങ്ങല കൊണ്ടല്ല, സ്വർണ്ണച്ചങ്ങല കൊണ്ടാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ചങ്ങല സ്വർണ്ണമാണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഭേദപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് കഷ്ടപ്പാട് തുടരാം എന്ന് മാത്രമേ ഈ ഇതിൻ്റെ കുതിപ്പിൽ തൊഴിലാളി ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടി സംഭവിക്കുന്നുള്ളൂ എന്നാണ് മാർക്സ് പറയുന്നത്. ഈ രണ്ട് താല്പര്യങ്ങൾ ഒന്നല്ല സത്യത്തിൽ. ഓക്കെ, ഈ താല്പര്യങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒന്ന്, ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുക എന്നതാണ്. മാത്രമല്ല, പ്രോഫിറ്റ് വർദ്ധിക്കുന്ന അളവിൽ കൂലി വർദ്ധിക്കുന്നുണ്ടെന്നാണ് പൊതുവായിട്ട് നമ്മൾ പറയുക, അല്ലേ? ലാഭം വർദ്ധിക്കുന്നതനുസരിച്ച് കൂലി വർദ്ധിക്കുന്നുണ്ടാണ്. സത്യത്തിൽ സംഭവിക്കുന്നില്ല എന്നാണ് മാർക്സിൻ്റെ വാദം. കാരണം ലാഭം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആ മെക്കാനിസമാണ് നടക്കുന്നത്. അപ്പം ലാഭം വർദ്ധിക്കുന്നതോടുകൂടി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കൂലി കുറയുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ആനുപാതികമായിട്ട് നോക്കുമ്പോൾ ലാഭം കൂടുന്നതനുസരിച്ച് കൂലി കുറയുക ചെയ്യാം. അപ്പോൾ സത്യത്തിൽ ഈ സഹവർത്തിത്വം എന്ന് പറയുന്നത് ഒട്ടും സ്മൂത്തായിട്ടുള്ളൊരു സാധനമല്ല. അതിൻ്റെ ഉള്ളിൽ അപ്പോൾ മാർക്സ്, ഞാൻ ഈ ട്രെയിനിൻ്റെ ഉദാഹരണം പറയാൻ തന്നെ കാരണം എന്ന് വെച്ചാൽ ഒരു പക്ഷേ ട്രെയിൻ എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രെയിൻ എന്ന് പറഞ്ഞാൽ അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം, ഈ പറഞ്ഞ ട്രെയിൻ അല്ലാത്തതിനും. പക്ഷേ മാർക്സിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് വരുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ അതിൽ എന്താണ് മാർക്സ് പറയാൻ ശ്രമിക്കുന്നത് വെച്ചാൽ, രണ്ട് താല്പര്യങ്ങൾ ഇങ്ങനെ റെയിൽവേ പാളം പോലെ, ഓക്കെ, സമാന്തരമായ രണ്ട് താല്പര്യങ്ങളാണ്. അത് തൊഴിലാളിയുടെ താല്പര്യവും മൂലധനത്തിൻ്റെ താല്പര്യവും പരസ്പര വിരുദ്ധമാണ്, പക്ഷെ സമാന്തരമാണ്. ഒന്ന് മറ്റൊന്ന് മാറിയിട്ടില്ല, രണ്ട് സമാന്തരമായിട്ട് പാരലലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് താല്പര്യങ്ങളുടെ പരസ്പര വിരുദ്ധവും സമാന്തരവുമായുള്ള ഈ രണ്ട് താല്പര്യങ്ങളുടെ പുറത്താണ് ഈ മെഷീൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്ന മെഷീൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നത്, അത് കുതിക്കുകയാണ്. ഓക്കെ, പക്ഷേ ഈ പാളം ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് മാർക്സിൻ്റെ വാദം. എങ്ങനെയായിട്ട് ഇതിൻ്റെ ഉള്ളിലെ ഈ ക്രൈസിസോട്, ആ ക്രൈസിസിനെ പറ്റിയുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് പറയുന്നത്. ഓവർ പ്രൊഡക്ഷൻ ഇവിടെ പറയുന്നുണ്ട്. ഓവർ പ്രൊഡക്ഷൻ ഇല്ലാതെ പറ്റില്ല ഒരു ക്യാപിറ്റൽ സിസ്റ്റത്തിന്. അതുപോലെ തന്നെ സ്കിൽഡ് ലേബറും അൺസ്കിൽഡ് ലേബറും ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടാവുന്നു. മാത്രമല്ല, മെഷീൻ കടന്നു വരുന്നതോട് കൂടിയിട്ട് മനുഷ്യർ പണിയില്ലാത്ത ശരീരങ്ങൾ കുറേ ഉണ്ടാവുന്നു, പണിയെടുക്കാൻ പറ്റാത്ത ശരീരങ്ങൾ, പണി കിട്ടാത്ത ശരീരങ്ങൾ ഉണ്ടാവുന്നു, അൺഎംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ മാർക്സ് ഇതിൻ്റെ ക്രൈസിസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ പാലത്തിലൊരു വിള്ളൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഡീറെയിൽമെൻറ്റിലേക്കാണ് ഈ പോകുന്നത്. ഈ സിസ്റ്റം പോകുന്ന ഒരു ഡീറെയിൽമെൻറ്റിലേക്ക് പോകാൻ പറ്റൂ ഇതിന് എന്നാണ് മാർക്സിൻ്റെ സങ്കല്പം. ഇത് ഞാൻ മാർക്സ് മാത്രം പറയാം. അപ്പോൾ അതിൽ എന്താണ് ഈ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് മാർക്സ് പറയുന്നത്?
ഓരോ ക്രൈസിസിലും ഒരുപാട് തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്, ദുരിതം അനുഭവിക്കുന്നുണ്ട്. ഈ ബൂർഷ്വാസി ഇങ്ങനെ കുതിക്കുമ്പോൾ ഓക്കെ, അത് സത്യത്തിൽ കുതിക്കുന്നത് അതിൻ്റെ അനിവാര്യമായ ദുരന്തത്തിലേക്കാണ്, അതിൻ്റെ കുഴിമാടത്തിലേക്കാണ് അത് കുതിപ്പ്. പക്ഷെ ആ കുതിക്കുമ്പോൾ അത് അതിൻ്റെ അടിമകളുടെ ശവം കൊണ്ടാണ് കുതിക്കുന്നതെന്നാണ്. അതിൻ്റെ തന്നെ അടിമകളുടെ ശവശരീരം കൊണ്ടാണ് അത് അതിൻ്റെ അനിവാര്യമായ ദുരന്തത്തിലേക്ക് കുതിക്കുന്നത് എന്നാണ് മാർക്സ് പറയുന്നൊരു വാചകം. അത് ആ വാചകം പറഞ്ഞ് നമുക്ക് നിർത്താം. ആ വാചകമാണ് ഞാൻ അവസാനം വായിച്ചത്. ബട്ട് ക്യാപിറ്റൽ നോട്ട് ഓൺലി ലിവ്സ് അപ്പോൺ ലേബർ ലൈക്ക് എ മാസ്റ്റർ അറ്റ് വൺസ് ഡിസ്റ്റിങ്വിഷ്ഡ് ആൻഡ് ബാർബേറിയസ്, ഇറ്റ് ഡ്രാഗ്സ് വിത്ത് ഇൻ ടു ഇറ്റ്സ് ഗ്രേവ് ദ കോർപ്സ് ഓഫ് ഇറ്റ്സ് സ്ലേവ്സ്. കോർപ്സ് എന്ന് പറഞ്ഞാൽ ശവശരീരം. ദ ഹോൾ ഹെക്കറ്റോംസ് ഓഫ് വർക്കേഴ്സ് ഹു പെരിഷ് ഇൻ ക്രൈസിസ്. ഹെക്കറ്റോംസ് എന്നുള്ള വാക്ക് പിന്നെ ഈ ഗ്രീക്ക് റോമൻ സിറ്റുവേഷനിൽ ഈ നൂറുകണക്കിന്, ഹെക്ക എന്ന് പറയുന്നത് 100 ആണ്, ഹെക്കറ്റോം എന്നുള്ള വാക്ക്. 100 കണക്കിന് ഈ കന്നുകാലികളെ ബലി കൊടുക്കുന്നു, ഓക്കെ, കൊന്ന് ബലി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. ആ വാക്കിൽ നിന്നാണ് ഈ ഹെക്കറ്റോം എന്ന് പറയുന്ന വാക്ക് മാർക്സ് ഉപയോഗിക്കുന്നത്. എന്നുവെച്ചാൽ ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ശവശരീരം കൊണ്ടാണ് ഈ ബൂർഷ്വാസിയുടെ ഈ ട്രെയിൻ ഇങ്ങനെ സഞ്ചരിക്കുന്നതെന്നാണ്. ഓക്കെ, ഈ ക്യാപിറ്റലിൻ്റെ ട്രെയിൻ ഇങ്ങനെ സഞ്ചരിക്കുന്നത് അതെവിടേക്കാണ് പോകുന്നത്? അത് അതിൻ്റെ ദുരന്തത്തിലേക്കാണ് അത് പോകുന്നത്. ഓക്കെ, ലോഹാന്ത ഗർഭശ്രേണി നിറയെ ശവങ്ങളെ വഹിച്ച് നാടുകൾ, നഗരങ്ങൾ, മർമ്മയ ശതാബ്ദങ്ങൾ, ഭാഷകൾ പിന്നിട്ട് കൂകിപ്പായും തീവണ്ടി എന്ന് ചുള്ളിക്കാടിൻ്റെ കവിതയുണ്ട്. അത് ക്യാപിറ്റലാണ് ശരിക്കും. ആ ക്യാപിറ്റലിൻ്റെ സഞ്ചാരം അതാണ്. അത് പോകുന്നത് ഈ ഒരു ഇമേജാണ് മാർക്സ് അവിടെ, ക്യാപിറ്റലിൻ്റെ അല്ല ചുള്ളിക്കാടിൻ്റെ ഇമേജ് അല്ല, ആ ഒരു ക്യാപിറ്റലിസത്തിൻ്റെ ക്യാപിറ്റലിൻ്റെ കുതിപ്പിനെ മാർക്സ് കാണുന്നത് ഇങ്ങനൊരു ഇതിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയാണ് ഇത്.